രാജനഗരയിലെ നരഭോജി കടുവയെ വേട്ടയാടുവാൻ ശ്രമിച്ചതിന്റെ കഥ ഞാൻ നിങ്ങളോട് വിവരിച്ചുവല്ലോ. ഈ കടുവ വളരെ തന്ത്രശാലിയായ ഒരു മൃഗമായിരുന്നു. ഒടുവിൽ ഈ ഉദ്യമത്തിൽ ഞാൻ പരാജയപ്പെട്ട് തിരികെ ബാംഗ്ലൂരിലേക്ക് മടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ആദ്യ റൗണ്ട് ഏറ്റുമുട്ടലിൽ രാജനഗരയിലെ അക്രമകാരി അനിഷേധ്യ വിജയിയായി. പരാജയപ്പെട്ടെങ്കിലും ഒരു രണ്ടാം റൗണ്ട് മത്സരത്തിനു കൂടി അവസരം ലഭിക്കുമെന്നും അതിൽ വിജയിക്കുവാൻ കഴിയുമെന്നുമുള്ള ഒരു ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കുറച്ചു കാലത്തേക്ക് രാജനഗരയിലെ അക്രമകാരിയെ പറ്റിയുള്ള വാർത്തകളൊന്നും കേട്ടതേയില്ല. ഒരുപക്ഷെ അവൻ സാധാരണ കടുവകളെ പോലെ കാട്ടിലെ ഇരകളെ വേട്ടയാടി ഒരു നല്ല കടുവയായി ജീവിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രദേശങ്ങളിലേക്ക് അവൻ മാറിപ്പോയിട്ടുണ്ടാകാം. അതുമല്ലെങ്കിൽ അത് സ്വാഭാവിക മരണത്തിന് കീഴടങ്ങിയിരിക്കാം. എന്തായാലും കടുവയുടെ പുതിയ അക്രമ പ്രവർത്തനങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. സമയം കടന്നുപോയി. രാജനഗരയിലെ ഇടയന്മാർ തങ്ങളുടെ കന്നുകാലികളെ മേയിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോവുകയും യാതൊരു കുഴപ്പങ്ങളും കൂടാതെ തിരിച്ചെത്തുകയും ചെയ്തു. 9 മാസങ്ങൾക്ക് ശേഷം രാജനഗരയ്ക്ക് 50 മൈൽ വടക്ക് ഭാഗത്തുള്ള പെകപ്പാളയം എന്ന ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു വൈകുന്നേരം, സൂര്യൻ പതിയെ ബിലിഗിരി രംഗൻ കുന്നുകൾക്ക് പിന്നിൽ അസ്തമിക്കുവാൻ തുടങ്ങിയിരുന്നു. ഒരു പുരുഷനും ഒരാൺകുട്ടിയും തങ്ങളുടെ കന്നുകാലികളെ തെളിച്ചുകൊണ്ട് കാട്ടുവഴിയിലൂടെ പെകപ്പാളയം ഗ്രാമത്തെ ലക്ഷ്യമാക്കി നടന്നു പോകുന്നു. മുതിർന്നയാൾ കാലികളുടെ മുൻപിലായും ആൺകുട്ടി കാലികളുടെ പിന്നിലായും നടക്കുന്നു. ഏതാനും ഫർലോങ്ങുകൾ കൂടി പിന്നിട്ടാൽ അവർ പെകപ്പാളയം ഗ്രാമത്തിലെത്തും. ഇപ്പോൾ അവർ നിബിഡമായ കാടുകൾ പിന്നിട്ട് കിഴക്കാൻ തൂക്കായ ഒരു കുന്നിൻ ചെരുവിലൂടെ താഴ്വരയിലെ ഒരു അരുവിക്ക് സമീപമെത്തി. ബുൾബുൾ പക്ഷിയുടെയും 7 സിസ്റ്റർ പക്ഷികളുടെയും എല്ലാം ശബ്ദങ്ങൾ കൊണ്ട് അന്തരീക്ഷം മുഖരിതമാണ്. മഴക്കാലത്ത് കുത്തിയൊഴിക്കുന്ന ഈ അരുവി ഇപ്പോൾ വരണ്ടു കിടക്കുകയാണ്. അവർ കന്നുകാലികളെ തെളിച്ചുകൊണ്ട് അരുവിക്ക് കുറുകെ കടന്നു. മുതിർന്നയാൾ ആദ്യം അരുവി മുറിച്ചു കടന്നു. ആൺകുട്ടി കന്നുകാലികൾക്ക് പിന്നിലായി അരുവിയുടെ മറുകരയിലായിരുന്നു. അരുവി പിന്നിട്ടപ്പോൾ മുൻപിലേക്കുള്ള പാതയിലെ ഒരു മുളങ്കൂട്ടത്തിലെ കുറച്ച് ഇളങ്കമ്പുകൾ പാതയിലേക്ക് നീണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. ഇടയൻ കന്നുകാലികളെ അതിലെ നിന്നും മാറ്റി വഴി തെളിച്ചു. കുട്ടി എന്തൊക്കെയോ ചിന്തയിൽ മുഴുകി പിന്നാലെ വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് മുൻപിൽ നടക്കുന്ന ഇടയൻ മുഴക്കം പോലെ എന്തോ ഒരു ശബ്ദം കേട്ടു. പിന്നാലെ ദീർഘശ്വാസം വിടുന്നത് പോലെ മറ്റൊരു പതിഞ്ഞ ശബ്ദവും. അയാൾ പിന്നിലേക്ക് നോക്കി. കന്നുകാലികളുടെ കുളമ്പടി ഉയർത്തിയ പൊടിപടലങ്ങൾ മൂലം ഒന്നും വ്യക്തമായി കാണുവാൻ സാധിച്ചില്ല. അയാൾ മുളങ്കൂട്ടത്തിനിടയിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഒന്നും കാണുന്നില്ല. അയാൾ വീണ്ടും യാത്ര തുടർന്നു. പിന്നിലുള്ള കുട്ടി വരും എന്നതിൽ അയാൾക്ക് യാതൊരു സംശയവുമില്ലായിരുന്നു. അല്പനേരത്തെ നടത്തത്തിനൊടുവിൽ അവർ പെകപ്പാളയം ഗ്രാമത്തെ സമീപിച്ചു. ഇടയൻ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. പിന്നിലുണ്ടായിരുന്ന കുട്ടിയെ കാണുന്നില്ല. അയാൾ വെങ്കിട്ട് വെങ്കിട്ട് എന്ന് കുട്ടിയെ ഉറക്കെ പേര് ചൊല്ലി വിളിച്ചു. പക്ഷേ മറുപടിയൊന്നും വന്നില്ല. അയാൾ അല്പനേരം അവിടെ കാത്തു നിന്നെങ്കിലും കുട്ടി വന്നതേയില്ല. അതേസമയം കന്നുകാലികൾ ഗ്രാമത്തെ ലക്ഷ്യമാക്കി മുൻപിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. അവയെ ഒറ്റയ്ക്ക് വിടാൻ അയാൾക്ക് മനസ്സിലായിരുന്നു. അതിനാൽ അയാളും അവയ്ക്കൊപ്പം ഗ്രാമത്തിലേക്ക് നടന്നു. ഗ്രാമത്തിലെത്തിയതിനു ശേഷം മാത്രമാണ് ഇടയബാലനെ കാണാതെയായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അയാൾ തിരിച്ചറിഞ്ഞത്. കുട്ടി തിരിച്ചെത്താത്തതിന് പല കാരണങ്ങളുണ്ടാകാം. അതിനാൽ ആദ്യം ആരും അത് ഗൗരവമായി എടുത്തില്ല. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും അവൻ തിരികെ എത്താത്തതിനാൽ മുതിർന്ന ഇടയൻ അവനെ അന്വേഷിച്ച് കാട്ടുവഴികളിലൂടെ തിരികെ നടന്നു. ഗ്രാമത്തിലേക്കുള്ള യാത്രക്കിടയിൽ ശബ്ദങ്ങൾ കേട്ടത് അയാൾ ഓർത്തു. പെകപ്പാളയത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ മുൻപ് നരഭോജി കടുവകളെക്കുറിച്ച് കേട്ടുകേൾവിയില്ലാത്തതിനാൽ കുട്ടിയെ വല്ല പാമ്പും കടിച്ചിരിക്കാമെന്ന നിഗമനത്തിൽ അയാൾ ശബ്ദം കേട്ട അരുവിയുടെ സമീപത്തെല്ലാം തിരച്ചിൽ നടത്തി. അങ്ങനെ പെകപ്പാളയത്തിൽ നരഭോജി കടുവ ഇറങ്ങിയെന്ന വാർത്ത പൊതുജന ശ്രദ്ധയിലെത്തി. സമയം കടന്നുപോയി. അവിടെവിടെയായി നരഭോജി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. തെക്കു പടിഞ്ഞാറ് ദിശയിൽ തലവാടി തലമല പ്രദേശങ്ങൾ വരെയും കിഴക്ക് പൊന്നാച്ചിമലയുടെ അടിവാരങ്ങളിലും കാവേരി നദിയുടെ മറുകരയിലുള്ള ആലമ്പാടി എന്ന പ്രദേശത്തുമെല്ലാം കടുവ ആളുകളെ കൊലപ്പെടുത്തി. അതിലേറ്റവും പുതിയ ആക്രമണം നടന്നത് വടക്ക് ഭാഗത്ത് കൊല്ലകൽ പട്ടണത്തിൽ നിന്നും 6 മൈൽ മാത്രം അകലെ പട്ടാപ്പകൽ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ ഒരു യുവാവിനെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ശേഷം വലിച്ചിഴച്ചു കൊണ്ടുപോയി എന്നതാണ്. പിന്നീട് നരഭോജിയുടെ ആക്രമണത്തെക്കുറിച്ചുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത കേൾക്കുന്നത് പെകപ്പാളയത്തു നിന്നുമാണ്. കടുവ പെകപ്പാളയത്തെ ഇടയബാലനെ ആക്രമിച്ചു കൊന്ന പ്രദേശത്തു നിന്നും 3 മൈൽ അകലെയുള്ള ഒരു കാട്ടിൽ നിന്നും വെട്ടിയ മുളകൾ കൊണ്ടുവരുന്നതിനായി കാടിനുള്ളിലേക്ക് നയിക്കുന്ന കാളവണ്ടി പാതകളുണ്ടായിരുന്നു.
എന്നാൽ കാട്ടിൽ നരഭോജിയുടെ കിരാത ഭരണം നടക്കുന്ന സമയമായതിനാൽ മുളകൾ വെട്ടുന്ന ജോലിയെല്ലാം താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഗ്രാമീണർ ഈ പ്രവർത്തനങ്ങൾക്കായി വനത്തിലേക്ക് പോയിരുന്നുള്ളൂ. അതും പകൽ സമയത്ത് കൂട്ടമായി മാത്രം. പെഗപ്പാളയത്ത് നിന്നുള്ള 3 ഷോലക വിഭാഗത്തിൽപ്പെട്ട ആദിവാസികൾ ഉച്ചഭക്ഷണത്തിന് ശേഷം ചില അത്യാവശ്യ ജോലികൾക്കായി ഈ കാളവണ്ടി പാതയിലൂടെ നടക്കുകയായിരുന്നു. ജോലികൾ തീർത്ത് 3:30 ഗ്രാമത്തിൽ തിരിച്ചെത്തണമെന്നതായിരുന്നു അവരുടെ പദ്ധതി. പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പും കൂടാതെ കടുവ അവരുടെ മുൻപിലേക്ക് ചാടി വീണു. പിൻകാലുകളിൽ ഉയർന്നു നിന്നുകൊണ്ട് കടുവ മുൻപിൽ സഞ്ചരിച്ച ആളുടെ മുഖത്തും നെഞ്ചിലും മാന്തി ആഴത്തിൽ പരിക്കേൽപ്പിച്ചു. കൂടെയുള്ള 2 പേര് ഭയന്നുകൊണ്ട് ഓടി അടുത്തുള്ള ഒരു മരത്തിന്റെ ശാഖയിൽ കയറിയിരുന്നു. അതേസമയം കടുവയുടെ ആക്രമണം നേരിട്ടയാൾ മനസാന്നിധ്യം കൈവിടാതെ ധൈര്യപൂർവം മുള വെട്ടുവാനായി കയ്യിൽ കരുതുന്ന വലിയ വാക്കത്തി ഉപയോഗിച്ച് കടുവയുടെ തലയിൽ ആഞ്ഞുവെട്ടി. അപ്രതീക്ഷിതമായി ലഭിച്ച തിരിച്ചടിയിൽ അമ്പരന്ന കടുവ വലിയ ഒരു അലർച്ചയോടെ കാട്ടിലേക്ക് ഓടി കയറിപ്പോയി. എന്നാൽ നരഭോജിയുടെ നഖങ്ങളിൽ നിന്നേറ്റ മാരകമായ മുറിവുകൾ മൂലം പരിക്കേറ്റയാൾ തളർന്ന് നിലത്തേക്കിരുന്നു. ഭയന്ന് വിറച്ചുകൊണ്ട് മരത്തിന് മുകളിലിരിക്കുന്ന അയാളുടെ കൂട്ടാളികൾ തങ്ങളുടെ കൂട്ടുകാരന്റെ മുഖത്തു നിന്നും നെഞ്ചത്തു നിന്നും രക്തമൊഴുകുന്നത് കണ്ടു. അവർ മരത്തിന് മുകളിലിരുന്ന് അയാളോട് വിളിച്ചു പറഞ്ഞു, "സഹോദര, വേഗം എഴുന്നേറ്റ് മരത്തിന് മുകളിലേക്ക് കയറൂ. നരഭോജി കടുവ ഇനിയും തിരിച്ചു വരുവാൻ സാധ്യതയുണ്ട്." അയാൾ പതിയെ എഴുന്നേറ്റ് തൻ്റെ തലയിൽ കെട്ടിരുന്ന തോർത്തഴിച്ച് മുറിവുകളിൽ നിന്നൊഴുകിയ രക്തം തുടച്ചു മാറ്റുവാൻ തുടങ്ങി. മരത്തിന് മുകളിലിരുന്ന ആളുകൾ വീണ്ടും അയാളെ വിളിച്ചു. അത് കേട്ട അയാൾ മരത്തിന് മുകളിലേക്ക് കയറണമെന്ന ഉദ്ദേശത്തോടെ മരത്തിന് ചുവട്ടിലേക്ക് നടന്നു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ധീരനായ ആ മനുഷ്യന്റെ പ്രത്യാക്രമണത്തിൽ ഭയന്നോടിയ കടുവ തൻ്റെ താൽക്കാലിക ഭീരുത്വം മാറ്റിവെച്ച് കോപത്തോടെ തിരികെ എത്തി. മരത്തിലേക്ക് കയറുവാനായി തയ്യാറെടുത്ത അയാളുടെ തലയുടെ പിൻഭാഗത്തേക്ക് കടുവ തൻ്റെ മുൻകാലുകളിൽ ഒന്നുകൊണ്ട് ശക്തമായി പ്രഹരിച്ചു. കഴുത്തൊടിഞ്ഞ അയാൾ നിലത്തേക്ക് തെറിച്ചു വീണു. ഞൊടിയിടയിൽ മരത്തിന് മുകളിൽ നിസ്സഹായരായിരുന്ന മറ്റു 2 പേരുടെ മുൻപിലൂടെ കടുവ അയാളെയും കടിച്ചെടുത്തുകൊണ്ട് കാട്ടിലേക്ക് മറഞ്ഞു. എൻ്റെ മകൻ ഡൊണാൾഡ് കടുവയെ വേട്ടയാടുവാൻ 2 ശ്രമങ്ങൾ നടത്തി. ആദ്യത്തേത് പെഗപ്പാളയം ഗ്രാമത്തിലും രണ്ടാമത്തേത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ രാമപുരം നരഭോജിയെ വകവരുത്തിയ ലോക്കനഹള്ളിക്കും ബേലൂരിനും ഇടയിലുള്ള ഒരു പ്രദേശത്തും. 2 തവണയും അവൻ നിരാശനായി. കാരണം 2 അവസരത്തിലും കടുവ താൻ കൊന്ന വനം വകുപ്പുകാർ ഇടയ്ക്കിടെ ഞങ്ങൾക്ക് അയക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾക്കൊപ്പം കടുവയുടെ ചെയ്തികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുവാൻ ഞാനും ഡൊണാൾഡും പത്രങ്ങൾ അരിച്ചു പെറുക്കി വായിച്ചു നോക്കി. എന്നാൽ ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള വാർത്തകൾ ഇടയ്ക്കിടെ മാത്രമേ ലഭിച്ചുള്ളൂ. അതിൽ വ്യക്തമായ വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നതുമില്ല. കൊല്ലകൽ താലൂക്കിന്റെ വടക്ക് കിഴക്കൻ കോണിൽ മൈസൂർ സംസ്ഥാനത്തെ മദ്രാസ് സംസ്ഥാനത്തെ സേലം ജില്ലയുമായി കാവേരി നദി അതിർത്തി നിർണയിക്കുന്ന പ്രദേശങ്ങളിൽ കടുവ കൂടുതൽ മനുഷ്യരെ തന്റെ ഇരകളാക്കി. ഒടുവിൽ ആധികാരികമായ 2 വാർത്തകൾ ഞങ്ങൾക്ക് ലഭിച്ചു. ആദ്യത്തേത് കന്നുകാലി മേയിച്ചുകൊണ്ടിരുന്ന ഒരു വൃദ്ധയെ കടുവ കൊലപ്പെടുത്തി എന്നതായിരുന്നു. ഗുള്ളിയ എന്നൊരു കന്നുകാലിപ്പെട്ടിയിലായിരുന്നു ഈ സംഭവം നടന്നത്. വൃദ്ധയുടെ ജഡം കടുവ വലിച്ചിഴച്ച് കാട്ടിലേക്ക് കൊണ്ടുപോയി. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചതുമില്ല. രണ്ടാമത്തെ ആക്രമണം കാവേരി നദിയുടെ മറുകരയിലുള്ള സേലം ജില്ലയിലെ ആലമ്പാടി എന്ന സ്ഥലത്തു നിന്നുമായിരുന്നു. ഇത്തവണ കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റയാൾ മരിച്ചിരുന്നില്ല. വനത്തിനുള്ളിൽ കന്നുകാലി മേയിച്ചുകൊണ്ടിരുന്ന ഇടയന് നേരെ കടുവ പാഞ്ഞു വന്നു. കടുവ തൻ്റെ നേർക്ക് പാഞ്ഞു വരുന്നത് കണ്ട ഇടയൻ ഒച്ചയുണ്ടാക്കി ഭയപ്പെടുത്തി കടുവയെ ഓടിക്കുവാൻ ശ്രമിച്ചു. പക്ഷെ കടുവ പിന്മാറാതെ വീണ്ടും മുൻപിലേക്ക് വന്നു. കടുവ അടുത്തെത്തിയതോടെ അയാൾ ധൈര്യപൂർവ്വം കയ്യിൽ കരുതിയിരുന്ന വടി ഉപയോഗിച്ച് കടുവയെ നേരിട്ടു. കടുവ പിൻകാലുകളിൽ ഉയർന്നു നിന്നുകൊണ്ട് അയാളുടെ നെഞ്ചിലും കൈകളിലും മാന്തി പരിക്കേൽപ്പിച്ചു. എന്നാൽ മേഞ്ഞുകൊണ്ടിരുന്ന കന്നുകാലികളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 4-5 പോത്തുകൾ ഒന്നിച്ചു ചേർന്ന് കടുവയെ തിരിച്ചാക്രമിച്ചു. അതോടെ കടുവ തിരിഞ്ഞ് കാട്ടിലേക്ക് ഓടിപ്പോയി. ഗുരുതരമായി പരിക്കേറ്റുവെങ്കിലും അയാൾ കന്നുകാലിപ്പട്ടിയിലേക്ക് തിരികെ എത്തി. കന്നുകാലിപ്പട്ടി എന്നാൽ സംരക്ഷിത വനത്തിൽ കന്നുകാലികളെ മേയ്ക്കുവാൻ അനുമതി ലഭിച്ചിട്ടുള്ള ലൈസൻസ് ഉള്ള ഇടയന്മാർക്ക് തങ്ങളുടെ കന്നുകാലികളെ രാത്രിയിൽ സുരക്ഷിതമായി സംരക്ഷിക്കുവാൻ താൽക്കാലിക കുടിലുകൾ സ്ഥാപിക്കുവാൻ സർക്കാർ അനുവദിച്ചു കൊടുത്തിരിക്കുന്ന വനഭൂമിയാണ്. ഓരോ കന്നുകാലിപ്പട്ടിയുടെയും എല്ലാ ദിശയിലേക്കും 3 മൈൽ ചുറ്റളവിൽ കന്നുകാലികളെ പകൽ സമയത്ത് മേയാൻ വിടുവാൻ അനുവാദമുണ്ട്. മഴക്കാലത്തിന് ശേഷം വരണ്ട കാലാവസ്ഥയുള്ള 6 മാസത്തിൽ ഇങ്ങനെ കന്നുകാലിപ്പട്ടികൾക്ക് അനുവാദം ലഭിക്കും.
6 മാസം ലൈസൻസ് ലഭിക്കുവാൻ ഒരു കന്നുകാലിക്ക് 4 അണ എന്ന നിരക്കിൽ സർക്കാരിലേക്ക് പണം അടയ്ക്കണം. നമുക്ക് കഥയിലേക്ക് മടങ്ങി വരാം. ഞാൻ മുൻപ് പറഞ്ഞ കടുവയുടെ ആക്രമണം നടന്ന 2 സ്ഥലങ്ങളിലും റോഡുകളും ആശയവിനിമയ സൗകര്യങ്ങളും ഉണ്ടായിരുന്നതിനാൽ കടുവയുടെ ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്ത വിശദമായും വേഗത്തിലും പ്രചരിച്ചു. അതിനാൽ തന്നെ സംഭവം നടന്ന ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ഈ വിവരങ്ങൾ ലഭിച്ചു. മാസങ്ങൾ കടന്നുപോയി. ക്രമേണ ഞങ്ങൾ ഈ കടുവയെക്കുറിച്ച് മറന്നു തുടങ്ങി. അപ്പോഴേക്കും കടുവയുടെ പുതിയ ആക്രമണത്തെക്കുറിച്ചുള്ള ഒരു വാർത്ത ഞങ്ങളെ തേടിയെത്തി. ബജലൈൻ എന്ന കൗതുകകരമായ പേരുള്ള ഒരു ഗ്രാമത്തിൽ കടുവ 2 പേരെ കൊലപ്പെടുത്തി എന്നതായിരുന്നു വാർത്ത. അതിൽ ആദ്യത്തെ ഇരയുടെ മൃതശരീരം വീണ്ടെടുക്കുവാൻ കഴിഞ്ഞില്ല. രണ്ടാമത്തെ ആളുടെ ശരീരം പാതി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഇയാളുടെ മുഖത്തും നെഞ്ചിലും കടുവ ആഴത്തിൽ മാന്തി പരിക്കേൽപ്പിച്ചിരുന്നു എന്ന് ദൃക്സാക്ഷികൾ സാക്ഷ്യപ്പെടുത്തി. കൊല്ലകൽ താലൂക്കിലെ ഏറ്റവും ഉയർന്ന പർവ്വതമായ പൊന്നാച്ചിമലൈ പർവ്വത ശിഖരത്തിന്റെ കിഴക്കേ താഴ്വരയിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമമായിരുന്നു ബജലൈൻ. കടുവയുടെ ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്ത കേട്ട ഉടനെ തന്നെ എൻ്റെ മകൻ ഡൊണാൾഡ് കടുവയെ എങ്ങനെയെങ്കിലും വകവരുത്തി ഇരകളെ കൊല്ലുന്നതിന് മുൻപ് മാന്തി പരിക്കേൽപ്പിക്കുന്ന കടുവയുടെ ഈ വിചിത്ര സ്വഭാവത്തിന് പിന്നിലുള്ള കാരണം കണ്ടെത്തണമെന്ന് ശപഥം ചെയ്തു. കുറച്ചു കാലമായി അവൻ ഈ കടുവയെ കുടുക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷെ ഇതുവരെയും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത്തവണ 1 മാസത്തെ സഫാരിക്കായി ബജലൈനിലേക്ക് പോകുവാൻ ഡോൺ തീരുമാനിച്ചു. ഇനിയുള്ള കഥ നിങ്ങളോട് പറയുന്നത് എൻ്റെ മകൻ ഡോൺ ആയിരിക്കും. 1 വർഷം മുൻപ് ഞാൻ പെഗപ്പാളയത്തെ വെച്ച് വെടിവെക്കുവാൻ ശ്രമിച്ച് പരാജയപ്പെട്ട അതേ കടുവ തന്നെയാണ് ഇതെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ കടുവയെക്കുറിച്ച് കൗതുകകരമായ 2 കാര്യങ്ങളുണ്ടായിരുന്നു. ആദ്യത്തേത്, കടുവ മനുഷ്യ ഇരകളെ ആക്രമിച്ച ഭൂരിഭാഗം അവസരങ്ങളിലും അത് നഖങ്ങൾ കൊണ്ട് മാന്തി പരിക്കേൽപ്പിക്കുകയാണ് ചെയ്തത്. അല്ലാതെ സാധാരണ നരഭോജി കടുവകളെ പോലെ കഴുത്തിൽ കടിച്ചു കൊല്ലുകയായിരുന്നില്ല. രണ്ടാമത്തെ വിചിത്രമായ കാര്യം, കടുവ ഒരിക്കലും മനുഷ്യ ഇരകളിൽ നിന്നും ഭക്ഷിക്കുവാനായി തിരികെ എത്തിയിരുന്നില്ല എന്നതാണ്. 2 തവണ ഞാൻ കടുവയുടെ ഇരയായ മൃതശരീരങ്ങൾക്ക് കാവലിരുന്നെങ്കിലും കടുവ മടങ്ങി വന്നതേയില്ല. രാജനഗരയിൽ വെച്ച് ഡാഡിക്കും സമാനമായ അനുഭവമുണ്ടായി. ഈ കാരണം കൊണ്ട് തന്നെ കടുവയ്ക്ക് ഇരകളായി കെട്ടുവാൻ കന്നുകാലികളെ വാങ്ങുവാൻ ഞാൻ കഴിയുന്നത്ര പണം ശേഖരിച്ചു. ഏകദേശം 300ഓളം രൂപ ഞാൻ കന്നുകാലികളെ വാങ്ങുവാനും മറ്റ് ചെലവുകൾക്കുമായി ശേഖരിച്ചു. വലിയൊരു കാലയളവിൽ ജനങ്ങൾക്ക് ഭീഷണിയായി മാറിയ മൃഗത്തെ വകവരുത്തുവാൻ സാധിച്ചാൽ ഈ തുക ഒരിക്കലും അധികമാവില്ല. അത്യാവശ്യ സാധനങ്ങൾ പാക്ക് ചെയ്തുകൊണ്ട് അതിരാവിലെ 5 മണിക്ക് ഞാൻ എൻ്റെ കാറിൽ ബജലൈനിലേക്ക് പുറപ്പെട്ടു. എൻ്റെ കാറ് വളരെ പഴയതാണെങ്കിലും കാട്ടിലെ ഉദ്യമങ്ങൾക്ക് അത് വളരെ ഉപകാരിയാണ്. പോകുന്ന വഴിയിൽ ഞാൻ പെന്നഗ്രാമിൽ വണ്ടി നിർത്തി ഡാഡിയുടെ പഴയ ശിക്കാരിയായ രംഗയെയും കൂടെ കൂട്ടി. പെന്നഗ്രാമിൽ നിന്നും ഞങ്ങൾ ഒരു കാട്ടുവഴിയിലൂടെ 7 മൈൽ ദൂരം സഞ്ചരിച്ച് ചിന്നാർ നദിയുടെ തീരത്തുള്ള മുത്തൂർ എന്ന പ്രദേശത്തെത്തി. അവിടെ വെച്ച് മറ്റൊരു ശിക്കാരിയായ ബൈരയെയും കൂടെ കൂട്ടി. പൂജാരി എന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളാണ് ബൈര. കാട്ടിൽ ജനിച്ചു വളർന്നതിനാൽ കാട്ടിലെ വഴികൾ അയാൾക്ക് കൈവെള്ളയിൽ വരച്ചിട്ടതുപോലെ പരിചയമാണ്. എനിക്കും ഡാഡിക്കും അയാളുമായി വർഷങ്ങളുടെ പരിചയമുണ്ട്. ഇപ്പോൾ കുറച്ച് പ്രായമായെങ്കിലും കാട്ടിലെ പരിജ്ഞാനത്തിൻ്റെയും ട്രാക്കിങ്ങിൻ്റെയും കാര്യത്തിൽ അയാൾ അഗ്രഗണ്യനാണ്. അയാളെയും വണ്ടിയിൽ കയറ്റി ഞങ്ങൾ തിരികെ പെന്നഗ്രാമിലെത്തി. അവിടെ നിന്നും പടിഞ്ഞാറേക്ക് തിരിഞ്ഞ് 10 മൈൽ അകലെയുള്ള ഹൊഗനേക്കൽ എന്ന കാവേരി നദിയുടെ തീരത്തുള്ള ഗ്രാമത്തെ ലക്ഷ്യമാക്കി നീങ്ങി. ഹിന്ദു സംസ്കാരത്തിന്റെ ഭാഗമായ ചില വെള്ളച്ചാട്ടങ്ങൾ കൊണ്ട് പ്രസിദ്ധമാണ് ഹൊഗനേക്കൽ. ഹൊഗനേക്കലിൽ നിന്നും 1 മൈൽ അകലെ ഉട്ടൈ മല എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ ഡാഡിക്ക് ഒരു ഒറ്റമുറി കുടിലുണ്ട്. പണ്ട് വേട്ടയാടൽ അനുവദനീയമായ കാലത്ത് അദ്ദേഹം വേട്ടയ്ക്കായി അവിടെ തങ്ങാറുണ്ടായിരുന്നു. അവിടെ എത്തി ഞാൻ എൻ്റെ കാർ ആ കുടിലിനു മുൻപിൽ പാർക്ക് ചെയ്തു. ആ പ്രദേശത്തെ ഫോറസ്റ്റ് ഗാർഡിനെ കാർ സുരക്ഷിതമായി വെക്കുവാൻ ഏർപ്പാട് ചെയ്തു. കാറിൽ നിന്നും ലഗേജുകൾ ഞങ്ങൾ 3 പേരും ചേർന്ന് വീതിച്ചെടുത്തു. ബജലൈൻ ഗ്രാമത്തിലേക്ക് ഇവിടെ നിന്നും 9 മൈൽ കാൽനടയായി സഞ്ചരിക്കണം. ഊട്ടേ മലയിൽ നിന്നും വടക്കു പടിഞ്ഞാറ് റോഡിലൂടെ 3 മൈൽ ദൂരം സഞ്ചരിച്ച് ഞങ്ങൾ ബില്ലിഗുണ്ടല്ലു എന്ന സ്ഥലത്തെത്തി. അവിടെ നിന്നും ആലമ്പാടി കന്നുകാലിപ്പട്ടിയിലേക്ക് പോകുവാൻ ഒരു കടത്തുവള്ളമുണ്ട്. ഇതിൽ കയറി കാവേരി നദി മുറിച്ചു കടന്നു വേണം മറുകരയിൽ കൊല്ലകൽ താലൂക്കിലുള്ള ആലമ്പാടിയിലെത്താൻ. ഈ കടത്തുവള്ളം ഒരു സാധാരണ വള്ളമായിരുന്നില്ല. 8 മീറ്റർ വ്യാസത്തിൽ വൃത്താകൃതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു കൊട്ടവഞ്ചിയാണത്. മുളങ്കമ്പുകളും കന്നുകാലികളുടെ തോലും ഉപയോഗിച്ചാണ് ഇവ നിർമ്മിക്കുന്നത്.
കോറക്കിൾ എന്നാണ് ഈ നിർമ്മിതി അറിയപ്പെടുന്നത്. ഒരു ചെറിയ തുഴ ഉപയോഗിച്ച് ഒരാൾ അതിനെ വിദഗ്ധമായി നിയന്ത്രിക്കുന്നു. നദിയിലെ പാറക്കൂട്ടങ്ങളുടെ കൂർത്ത പ്രതലങ്ങൾ ഒഴിവാക്കി സഞ്ചരിക്കുവാൻ ഇത് വളരെ ഉപകാരപ്രദമാണ്. ആലമ്പാടിയിൽ അടുത്തിടെ ഒരു ഇടയനെ കടുവ മാരകമായി മാന്തി പരിക്കേൽപ്പിച്ചിരുന്നു. അവിടെ പോയി അവിടെയുള്ള ഇടയന്മാരിൽ നിന്നും കടുവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്നതായിരുന്നു എൻ്റെ ആദ്യ ലക്ഷ്യം. പക്ഷേ വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ ശേഖരിക്കുവാൻ എനിക്ക് സാധിച്ചുള്ളൂ. രണ്ടു കാര്യങ്ങൾ ഞാൻ അവരിൽ നിന്നും മനസ്സിലാക്കി. ആലമ്പാടിയിലെ ഇടയന്മാരെല്ലാം വളരെ ഭയപ്പാടോടെയാണ് ജീവിക്കുന്നത്. കടുവയുടെ ആക്രമണമേറ്റ ആളെ കണ്ടവരിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് കടുവ അയാളുടെ നെഞ്ചിലും പുറത്തും മാന്തി ആഴത്തിൽ മുറിവേൽപ്പിച്ചിരുന്നു. പക്ഷേ അയാൾക്ക് കടുവയുടെ കടിയേറ്റിരുന്നില്ല. എങ്കിലും നിർഭാഗ്യവശാൽ മുറിവിൽ നിന്നേറ്റ അണുബാധ മൂലം അയാൾ മരണമടഞ്ഞു. ഞങ്ങൾക്ക് പോകേണ്ട ബെജലൈൻ എന്ന ഗ്രാമം പൊന്നാച്ചി മലയുടെ കിഴക്കൻ ചെരുവുകളിൽ സ്ഥിതി ചെയ്യുന്നു. ഈ മലനിരകളുടെ തെക്ക് ഭാഗത്ത് ഉത്ഭവിക്കുന്ന ഗുല്യത ഹല്ല എന്ന ഒരു അരുവി വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് ഒഴുകി കാവേരി നദിയിൽ ചെന്ന് ചേരുന്നു. ആലമ്പാടിയിൽ നിന്നും ബെജലൈൻ വരെ ഒരു നടപ്പാതയുണ്ട്. ഞങ്ങൾ 3 പേരും ഈ പാതയിലൂടെ ബെജലൈൻ ഗ്രാമത്തെ ലക്ഷ്യമാക്കി നീങ്ങി. ഇടുങ്ങിയതും പാറക്കെട്ടുകൾ നിറഞ്ഞതുമായ ഈ പാതയിലൂടെയുള്ള സഞ്ചാരം ദുർഘടമായിരുന്നു. ഈ പാതയിൽ ഞങ്ങൾ 6ഓളം തവണ വിവിധ കാട്ടരുവികൾ മുറിച്ചു കടന്നു. ആദ്യത്തെ 5 മൈൽ ദൂരം പിന്നിട്ട് വടക്കു പടിഞ്ഞാറ് ദിശയിൽ ബജലൈൻ ഗ്രാമത്തിലേക്ക് പോകുന്ന പാതയിലുള്ള അവസാന അരുവി മുറിച്ചു കടന്ന് ഞങ്ങൾ നേരെ ചെന്നത് ഒരു ആനക്കൂട്ടത്തിന് മുൻപിലേക്കാണ്. കനത്ത ചൂടിൽ നിന്നും രക്ഷ നേടുവാൻ അവ അരുവിയുടെ കരയിൽ വളർന്നു നിൽക്കുന്ന വലിയ മുത്തിമരങ്ങളുടെയും പുളിമരങ്ങളുടെയും തണലിൽ വിശ്രമിക്കുകയായിരുന്നു. അവ ഭക്ഷണം കഴിക്കാത്തതിനാൽ തന്നെ അവയുടെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കുവാൻ സാധിച്ചില്ല. കുന്നുകളിൽ നിന്നും താഴേക്ക് ഞങ്ങളുടെ നേരെ കാറ്റ് വീശുന്നതിനാൽ ഞങ്ങളുടെ ഗന്ധം അവയ്ക്ക് ലഭിച്ചതുമില്ല. മാത്രമല്ല, ഞാൻ റബ്ബർ ബൂട്ടുകളും രംഗയും ബൈരയും ചെരുപ്പുകളുമില്ലാതെയാണ് നടന്നിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വരുന്നതിൻ്റെ ശബ്ദങ്ങൾ അവ കേട്ടതുമില്ല. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഞങ്ങൾ നേരെ ചെന്ന് കയറിയത് ആനക്കൂട്ടത്തിനിടയിലേക്കാണ്. ഞങ്ങൾ അടുത്തെത്തിയപ്പോൾ അവയ്ക്ക് ഞങ്ങളുടെ ഗന്ധം ലഭിച്ചു. പിന്നെ വലിയൊരു കോലാഹലമായിരുന്നു. പെണ്ണാനകളും കുട്ടികളും ചെറിയ കുമ്പന്മാരും ഉൾപ്പെടെ 30ഓളം വരുന്ന ആനകളുടെ കൂട്ടം ഭയപ്പാടോടെ അലറിക്കൊണ്ടും ചിഹ്നം വിളിച്ചുകൊണ്ടും അവിടെ നിന്നും ഓടിപ്പോയി. അല്പനേരത്തിനുള്ളിൽ കാട് വീണ്ടും നിശബ്ദമായി. വൈകുന്നേരം 5 മണിയോടെ ഞങ്ങൾ ബജലൈൻ ഗ്രാമത്തിലെത്തി. അപ്പോഴേക്കും സൂര്യൻ പൊന്നാച്ചി മലയുടെ പടിഞ്ഞാറൻ കുന്നുകൾക്ക് പിന്നിൽ അസ്തമിച്ചിരുന്നു. 1 ഡസനോളം കുടിലുകൾ ഒന്നിച്ചു ചേർന്നിരിക്കുന്ന ഒരു ചെറിയ വനഗ്രാമമായിരുന്നു ബജലൈൻ. അവയിൽ മിക്കതും മുളകൾ കൊണ്ട് നിർമ്മിച്ച് കാട്ടുപുല്ലുകൊണ്ട് മേഞ്ഞവയായിരുന്നു. മുളകൾ കൊണ്ട് നിർമ്മിച്ച ഭിത്തികളിൽ മുള്ളുകളും കാട്ടുപുല്ലുകളും കാട്ടുവള്ളികൾ ഉപയോഗിച്ച് കെട്ടിവെച്ചിരിക്കുന്നു. അവയിൽ 1-2 കുടിലുകൾ ചുവരിൽ മണ്ണ് തേച്ച് മിനുക്കി ചാണകമെല്ലാം മെഴുകി മനോഹരമായി വെച്ചിരിക്കുന്നു. സമീപത്തായി മുളകൾ കൊണ്ട് നിർമ്മിച്ച കന്നുകാലി തൊഴുത്തുകളും ഉണ്ടായിരുന്നു. ഗ്രാമത്തിലേക്കുള്ള ഞങ്ങളുടെ വരവ് ഗ്രാമീണരിൽ ആശങ്കയുണ്ടാക്കി. കൗബീനധാരികളായ പുരുഷന്മാരും കീറിയ സാരി ചുറ്റിയ സ്ത്രീകളും വയറുന്തിയ കുട്ടികളുമെല്ലാം ഞങ്ങളെ ഭയത്തോടും സംശയത്തോടും കൂടി വീക്ഷിച്ചു. 1-2 പുരുഷന്മാർ ഞങ്ങൾക്ക് സലാം പറഞ്ഞു. അവരുടെ ഭയം മാറ്റി സമാധാനിപ്പിച്ചുവെങ്കിൽ മാത്രമേ അവരിൽ നിന്നും വിവരങ്ങൾ ലഭിക്കൂ. അതിനാൽ അവരുമായി സംസാരിക്കുവാൻ ഞാൻ ബൈരയെ ചുമതലപ്പെടുത്തി. ബൈര ഒരു ആദിവാസി ആയതിനാൽ അവരുമായി തഞ്ചത്തിൽ സംസാരിച്ച് പരിചയപ്പെടുവാൻ അയാൾക്ക് എളുപ്പത്തിൽ സാധിക്കും. അങ്ങനെ ബൈര തൻ്റെ പ്രസംഗം ആരംഭിച്ചു. 100 കണക്കിന് പുലികളെയും കടുവകളെയും ഒക്കെ വേട്ടയാടിയ ഒരു വലിയ വേട്ടക്കാരനാണ് ഞാനെന്നും, ബജലൈനിലെ ആളുകളുടെ ദുരവസ്ഥ മനസ്സിലാക്കി അവരെ സഹായിക്കുവാൻ വളരെ ദൂരം സഞ്ചരിച്ച് പട്ടണത്തിൽ നിന്നും എത്തിയതാണ് ഞാനെന്നും, നരഭോജി കടുവയെക്കുറിച്ച് അറിയാവുന്ന വിവരങ്ങൾ നൽകുന്നതാണ് അവരെ കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായമെന്നും മറ്റും ബൈര അവരോട് വിവരിച്ചു. അത്യാവശ്യം തമിഴ് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഞാനും അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. പതിയെ അവരുടെ മുഖങ്ങളിൽ പുഞ്ചിരി വിടരുവാൻ തുടങ്ങി. ഞങ്ങളുടെ വാക്കുകൾ അവർ സ്വീകരിച്ചു എന്നതിൻ്റെ തെളിവായിരുന്നു അത്. ഗ്രാമീണരുടെ വിശ്വാസം പിടിച്ചു പറ്റിയ ശേഷം ഞാൻ അവരോട് നരഭോജി കടുവയെപ്പറ്റി ചോദിക്കുവാൻ ആരംഭിച്ചു. ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടയിൽ ഞാൻ അവിടെ ഇരുന്ന ഒരു മധ്യവയസ്കനായ പുരുഷനെ ശ്രദ്ധിച്ചു. അയാളെ കണ്ടപ്പോൾ അയാൾ ഒരു ഷോലക വിഭാഗത്തിൽപ്പെട്ട ആദിവാസിയാണെന്ന് എനിക്ക് മനസ്സിലാക്കി. ബാക്കിയുള്ളവർ എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പരസ്പരം മത്സരിച്ചപ്പോൾ അയാൾ മാത്രം നിശബ്ദനായി നിലത്ത് കുത്തിയിരുന്നു. ഞാൻ സംസാരിക്കുന്നത് അയാൾക്ക് മനസ്സിലാവുന്നില്ലെന്ന് എനിക്ക് തോന്നി. അയാളോട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ ഞാൻ ബൈരയോട് ആവശ്യപ്പെട്ടു.
അപ്പോൾ അയാൾ ഇടപെട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാകും ദുരേ. പക്ഷേ എൻ്റെ ചുറ്റുമുള്ള ഈ നുണയന്മാർ മിണ്ടാതിരുന്നാൽ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. അത് കേട്ടതോടെ ചുറ്റും കലപില വെച്ചിരുന്ന ഗ്രാമീണരെല്ലാം നിശബ്ദരായി. അപ്പോൾ ആ ഷോലക സംസാരിക്കുവാൻ തുടങ്ങി. ഒരു കാര്യം ഉറപ്പാണ് ദുരേ, നരഭോജി കടുവ ഒരു ആൺകടുവയാണ്. കാരണം 3 ദിവസം മുൻപ് ഞാൻ വനത്തിൽ ഉടുമ്പിനെ വേട്ടയാടുവാനായി പോയി. ഒരു വലിയ മരത്തിൽ കയറി ഒളിച്ച ഉടുമ്പിനെ പിടിക്കുവാനായി ഞാൻ മരത്തിന് മുകളിലേക്ക് കയറി. അപ്പോൾ കാടിനുള്ളിൽ നിന്നും ഇറങ്ങി വന്ന കടുവ ഞാൻ ഇറങ്ങി വരുന്നതും കാത്ത് മരത്തിന്റെ ചുവട്ടിൽ പതുങ്ങിയിരുന്നു. ഞാൻ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി അതിനെ ഭയപ്പെടുത്തി ഓടിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ കടുവ മുരൾച്ചകൾ പുറപ്പെടുവിച്ചുകൊണ്ട് എന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. അതൊരിക്കലും പോകില്ല എന്ന് ഞാൻ കരുതി. പക്ഷേ സൂര്യതാപം അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തിയപ്പോൾ അതിന് ദാഹം അനുഭവപ്പെട്ടു. അത് എഴുന്നേറ്റ് കാടിനുള്ളിലേക്ക് നടന്നുപോയി. പക്ഷേ അതെന്നെ താഴെ ഇറക്കാനുള്ള കടുവയുടെ തന്ത്രമാണോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അതിനാൽ ഞാൻ താഴെ ഇറങ്ങാതെ കുറച്ചു സമയം കൂടി മരത്തിനു മുകളിൽ തുടർന്നു. അപ്പോൾ കാട്ടിൽ വലിയൊരു കോലാഹലം കേട്ടു. ഒരു കൂട്ടം കാട്ടുനായ്ക്കൾ ഒരു മാനിനെ വേട്ടയാടുന്നതിൻ്റെ ശബ്ദങ്ങളായിരുന്നു അത്. അവ മാനിനെ ഓടിച്ചുകൊണ്ട് ഞാനിരുന്ന ഭാഗത്തേക്ക് വന്നു. അവിടെ വെച്ച് അവ മാനിനെ വളഞ്ഞിട്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും കടിച്ചു കീറി ഭക്ഷിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു. ഇതെനിക്കുള്ള സുവർണാവസരമാണെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം കാട്ടുനായ്ക്കളുള്ള പ്രദേശത്തേക്ക് അടുക്കുവാൻ കടുവ ഒരിക്കലും ധൈര്യപ്പെടില്ല. ഞാൻ പതിയെ മരത്തിൽ നിന്നിറങ്ങി. കാട്ടുനായ്ക്കൾ പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്നത് നിർത്തി എന്നെ തുറിച്ചു നോക്കി. എന്നാൽ നിരായുധനായ ഞാൻ അപകടകാരിയല്ലെന്ന് മനസ്സിലാക്കിയതോടെ അവർ ഭക്ഷണം കഴിക്കുന്നത് തുടർന്നു. ഞാൻ അവിടെ നിന്നും രക്ഷപ്പെട്ട് ഗ്രാമത്തിലേക്ക് മടങ്ങി. കാട്ടുനായ്ക്കളുടെ മുൻപിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും ഗ്രാമത്തിൽ തിരിച്ചെത്തുന്നതുവരെ ഞാൻ വലിയ ഭയപ്പാടിലായിരുന്നു. കാരണം കാട്ടിലെ അരുവികളിൽ ഏതെങ്കിലും പോയി ദാഹമകറ്റിയ ശേഷം കടുവ എന്നെ തേടി വരുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. മരത്തിന് മുകളിലിരുന്ന് ഞാൻ കടുവയെ വ്യക്തമായി കണ്ടിരുന്നു. അതൊരു വലിയ കടുവയൊന്നുമല്ല, ശരാശരി വലിപ്പം മാത്രമേ അതിനുള്ളൂ. അതിൻ്റെ വാലിന് സാധാരണയിലും അധികം നീളമുണ്ട്. പക്ഷേ അതിൻ്റെ തീഷ്ണമായ കണ്ണുകൾ കൊണ്ടുള്ള ആ നോട്ടം, കാട്ടിലെ മറ്റൊരു ജന്തുവിലും ഇത്ര പൈശാചികത നിറഞ്ഞ ഒരു നോട്ടം ഞാൻ കണ്ടിട്ടില്ല ദുരേ എന്നയാൾ വിവരിച്ചു. ഇത്രയുമൊക്കെ സംഭവിച്ചിട്ടും നീ എന്തുകൊണ്ടാണ് ഇതൊന്നും ഗ്രാമത്തിൽ ആരോടും പറയാതിരുന്നത് എന്ന് ഞാൻ അയാളോട് ചോദിച്ചു. ഒരു നിമിഷം മൗനം പാലിച്ച അയാൾ പറഞ്ഞു, നരഭോജി കടുവയെ വകവരുത്തുന്നവർക്ക് ഗവൺമെന്റ് പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ഞാനൊരു പാവപ്പെട്ട മനുഷ്യനാണ്. കടുവയെ കൊന്ന് ആ പണം നേടിയെടുക്കാമെന്ന് ഞാൻ കരുതി. എൻ്റെ അമ്മാവൻ്റെ കയ്യിൽ ഒരു തോക്കുണ്ട്. അമ്മാവൻ നാളെ ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തും. അപ്പോൾ അമ്മാവൻ്റെ കയ്യിൽ നിന്നും തോക്ക് മേടിച്ച് കടുവയെ വെടിവെക്കാമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എൻ്റെ ചുറ്റിലും നിന്നുകൊണ്ട് ഈ നുണയന്മാർ കള്ളക്കഥ പറയുമ്പോൾ അത് കേട്ട് മിണ്ടാതെ ഇരിക്കുവാൻ എനിക്ക് സാധിച്ചില്ല. അതിനാലാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. ഇവന്മാർ പറയുന്നത് പോലെ ഈ കടുവയ്ക്ക് മന്ത്രവും മായാജാലവും ഒന്നും അറിയില്ല. പക്ഷേ അതിൻ്റെ തലയിൽ ബുദ്ധിയുണ്ട്. ഇവിടെയുള്ള മണ്ടന്മാരെക്കാളും ബുദ്ധി ആ കടുവയ്ക്കുണ്ട്. ദൊരെ, കടുവയെ വെടിവെക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളെ സഹായിക്കുവാൻ എന്നെക്കൊണ്ട് സാധിക്കും. കാരണം ആ നരഭോജി കടുവയെക്കാളും ഇവിടെയുള്ള മണ്ടന്മാരെക്കാളും അധികം ബുദ്ധി എൻ്റെ തലയിലുണ്ട്. അങ്ങനെയാണ് അല്പം അഹങ്കാരിയും കാര്യങ്ങൾ വെട്ടിത്തുറന്ന് സംസാരിക്കുന്നവനുമായ ലോട്ട എന്ന ഷോലകയെ ഞാൻ പരിചയപ്പെടുന്നത്. എന്നാൽ അവന് കാടിനെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മാത്രമല്ല അവൻ വളരെ ധൈര്യശാലിയുമായിരുന്നു. കടുവയെ വേട്ടയാടുവാൻ എന്നെ സഹായിച്ചാൽ എന്നാൽ കഴിയുന്ന സഹായമെല്ലാം ചെയ്തു തരാമെന്ന് ലോട്ടയ്ക്ക് ഞാൻ വാഗ്ദാനം നൽകി. സമ്മതമെന്നോണം അവൻ എൻ്റെ മറ്റു 2 കൂട്ടാളികൾക്കൊപ്പം വന്ന് ചേർന്ന് നിന്നു. എൻ്റെ 3 കൂട്ടാളികളെയും കൂട്ടി ഞാൻ ഗ്രാമത്തിൽ നിന്നും ഒരു ഫർലോങ് മാറി കാടിനുള്ളിലേക്ക് പോയി. അവിടെ ഇരുന്നു കൊണ്ട് കടുവയെ വേട്ടയാടുവാനുള്ള പദ്ധതികളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. ചർച്ച അവസാനിച്ചപ്പോഴേക്കും സമയം 5:45 ഇരയായി കന്നുകാലികളെ കെട്ടിയിടുവാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇരകളായി കെട്ടിയിടുവാൻ പറ്റിയ കന്നുകാലികളെ കണ്ടെത്തണം, അവയെ കെട്ടിയിടുവാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തണം എന്നതെല്ലാം ഇരുട്ടുന്നതിന് മുൻപ് ചെയ്തു തീർക്കുക എന്നത് ഇനിയും പ്രായോഗികമല്ല. ഗുല്ലിദ ഹല്ല അരുവിയുടെ കരകളിൽ പലപ്പോഴും കടുവയുടെ കാൽപ്പാടുകൾ കാണാറുണ്ട് എന്നും ഈ കാൽപ്പാടുകൾ അരുവിയുടെ ഇടതുവശത്ത് വടക്കു പടിഞ്ഞാറെ കരയിൽ 1 മൈൽ അകലെയുള്ള ഒരു മലനിരയുടെ തെക്ക് ഭാഗത്തേക്ക് പോകുന്നതായാണ് കാണപ്പെടുന്നതെന്നും ലോട്ട ഞങ്ങളോട് പറഞ്ഞു. തലേന്ന് ഗുല്ലിദ ഹല്ല അരുവി മുറിച്ചു കടന്ന് ബജലൈനിലേക്കുള്ള പാതയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ മലയുടെ വടക്കൻ ചെരുവുകളിലൂടെയാണ് ഞങ്ങൾ കടന്നു വന്നത്. ഈ മലയുടെ തെക്ക് ഭാഗത്ത് ഉയരമുള്ള കുന്നിന്മുകളിൽ ഒരു ഗുഹയുണ്ടെന്നും
കടുവ അവിടെയായിരിക്കും താവളം അടിച്ചിട്ടുണ്ടാവുക എന്നും ലോട്ട സംശയം പ്രകടിപ്പിച്ചു. അരുവിയുടെ കരയിൽ നിന്നും നോക്കിയാൽ കുന്നിന്റെ മുകൾ ഭാഗം കാണുവാൻ സാധിക്കും. കുന്നിന്റെ 2/3 ഭാഗവും വനത്താൽ മൂടപ്പെട്ട് കിടക്കുകയാണ്. ഉയർന്ന ഭാഗം തുറസായ സ്ഥലമാണ്. അതിന്റെ ഏറ്റവും മുകളിലുള്ള ഭാഗമാണ് കടുവ ഉണ്ടെന്ന് ലോട്ട സംശയിക്കുന്ന ഗുഹ. ഈ തുറസായ പ്രദേശത്തുകൂടി മുകളിലേക്ക് കയറുമ്പോൾ അത് കടുവയുടെ ശ്രദ്ധയിൽപ്പെടുകയോ അല്ലെങ്കിൽ പാറകളിൽ നടക്കുമ്പോഴുള്ള ശബ്ദം കടുവ കേൾക്കുകയോ ചെയ്യും. അരുവിയുടെ കരയിൽ നിന്നും കുന്നിലേക്കുള്ള പാതയിൽ സ്ഥിരമായി ലോട്ട കടുവയുടെ കാൽപ്പാടുകൾ കണ്ടിരുന്നു. മാത്രമല്ല, കുന്നിന്റെ തെക്ക് ഭാഗത്തു നിന്നും പലപ്പോഴും ഹനുമാൻ കുരങ്ങുകളുടെ മുന്നറിയിപ്പ് ശബ്ദങ്ങളും കേൾക്കാറുണ്ട്. 4 ദിവസങ്ങൾക്ക് മുൻപും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് ശബ്ദങ്ങൾ കേട്ടിരുന്നതായി ലോട്ട പറഞ്ഞു. ഇതൊക്കെ കൊണ്ടാണ് ഈ കുന്നിന് മുകളിലെ ഗുഹയിലാണ് കടുവ താവളം അടിച്ചിരിക്കുന്നത് എന്ന് ലോട്ട ഉറപ്പിച്ചു പറയുന്നത്. എന്നാൽ ഈ കാരണങ്ങൾ കൊണ്ട് മാത്രം കടുവ ഈ ഗുഹയിൽ തന്നെ താവളം അടിച്ചിരിക്കുന്നുവെന്ന് ഉറപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്ന് ബൈര പറഞ്ഞു. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടി കൂട്ടി വായിക്കുമ്പോൾ കടുവ അവിടെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നി. അടുത്ത ദിവസം 2 കന്നുകാലികളെ വാങ്ങി ഈ കുന്നിന്റെ തെക്ക് കിഴക്ക് ദിശയിലുള്ള അരുവിയുടെ കരയിലും ഞങ്ങൾ ബജലൈൻ ഗ്രാമത്തിലേക്ക് വന്ന നടപ്പാതയിലും കെട്ടിയിടുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഉച്ചയ്ക്ക് ശേഷം കടുവ തമ്പടിച്ചിട്ടുണ്ട് എന്ന് കരുതുന്ന കുന്നിലും പോയി ഒന്ന് തിരച്ചിൽ നടത്തുവാൻ ഞാൻ തീരുമാനിച്ചു. ഇതെല്ലാം ചർച്ച ചെയ്ത് തീരുമാനിച്ചപ്പോഴേക്കും നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. ഞങ്ങൾ രാത്രിയിൽ ക്യാമ്പ് ചെയ്യുന്നതിനായി ബജലൈൻ ഗ്രാമത്തിലേക്ക് പോയി. അടുത്ത പ്രശ്നം എവിടെ ക്യാമ്പ് ചെയ്യുമെന്നതാണ്. ഇത്രയും ദൂരം കാൽനടയായി സഞ്ചരിക്കണം എന്നതിനാൽ ലഗേജിന്റെ ഭാരം കുറയ്ക്കുവാൻ ഞാൻ ടെന്റ് കൊണ്ടുവന്നിരുന്നില്ല. മഴക്കാലമല്ലാത്ത അവസരങ്ങളിൽ ഞാനും ഡാഡിയും വല്ല തുറസായ സ്ഥലങ്ങളിലോ മരത്തിന് ചുവട്ടിലോ ക്യാമ്പ് ചെയ്യുകയാണ് പതിവ്. ലോട്ട അവന്റെ കുടിലിൽ താമസിക്കാമെന്ന് പറഞ്ഞ് എന്നെ അവന്റെ കുടിലിലേക്ക് ക്ഷണിച്ചു. എന്നാൽ കുടിലിന്റെ ചുവരുകൾക്കിടയിൽ വീർപ്പ് മുട്ടി കിടന്നുറങ്ങുവാൻ ഞാൻ താല്പര്യപ്പെട്ടില്ല. അതിനാൽ സ്നേഹപൂർവ്വം അയാളുടെ ക്ഷണം ഞാൻ നിരസിച്ചു. ഗ്രാമത്തിന് 100 യാർഡ് ചുറ്റളവിലുള്ള പ്രദേശങ്ങൾ ഗ്രാമീണർ ശൗചാലയമായി ഉപയോഗിക്കുന്നതിനാൽ ഗ്രാമത്തിന് സമീപം താമസിക്കുക എന്നത് ബുദ്ധിമുട്ടാണ്. അതിനാൽ ഞങ്ങൾ ഗ്രാമത്തിൽ നിന്നും മാറി ഒരു തുറസായ സ്ഥലത്തേക്ക് പോയി രാത്രി അവിടെ തങ്ങുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. ലോട്ടയും ഞങ്ങൾക്കൊപ്പം വന്നു. എൻ്റെ സഹായികൾ 3 പേരും ചേർന്ന് വിറകുകൾ ശേഖരിച്ചു. ആ സമയം ഞാൻ നിലത്തേക്ക് കിടന്നു. അവർ വിറകുകൾ കൂട്ടിയിട്ട് കത്തിച്ച് നല്ലൊരു ക്യാമ്പ് ഫയർ തയ്യാറാക്കി. അടുത്ത ജോലി ഒരു ചായ തയ്യാറാക്കുക എന്നതായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്നിരുന്ന ചപ്പാത്തിയും സാൾട്ടഡ് ബീഫും പങ്കിട്ട് കഴിച്ചു. കാട്ടുമരങ്ങളുടെ ഇരുണ്ട നിഴലുകൾക്കിടയിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ ശോഭ ആസ്വദിച്ചുകൊണ്ട് ദൂരെ പൊന്നാച്ചിമലയുടെ പശ്ചാത്തലത്തിൽ ചൂട് ചായ കുടിക്കുന്നത് വളരെ ഹൃദ്യമായ അനുഭവമായിരുന്നു. മിന്നാമിനുങ്ങളുടെ വെട്ടവും ചീവീടുകളുടെ കരച്ചിലുമെല്ലാം രാത്രിക്ക് മിഴിവ് പകർന്നു. രാത്രി 8 മണി വരെ എൻ്റെ കൂട്ടാളികളുടെ കാട്ടിലെ കഥകൾ കേട്ടുകൊണ്ട് ഞാൻ ഉറങ്ങാതെ ഇരുന്നു. 8 മണിയായപ്പോൾ ഞാൻ എൻ്റെ വാച്ച് രംഗയ്ക്ക് കൈമാറി. രാത്രി 10:30 വരെ ഉണർന്നിരിക്കുവാനും ക്യാമ്പ് ഫയർ അണഞ്ഞു പോകാതെ സൂക്ഷിക്കുവാനും ഞാൻ രംഗയെ ചുമതലപ്പെടുത്തി. 10:30 മുതൽ രാത്രി 1 മണി വരെ ബൈരയുടെ ഊഴം, അതിനുശേഷം 3:30 വരെ എൻ്റെ ഊഴം, ഏറ്റവും അവസാനം പുലർച്ചെ വരെ ലോട്ടയുടെ ഊഴം. കാരണം അവന് സമയം നോക്കുവാൻ അറിയുമായിരുന്നില്ല. താമസിയാതെ തന്നെ ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. 1 മണിക്ക് ബൈര എൻ്റെ ചുമലിൽ തട്ടി വിളിക്കുമ്പോഴാണ് ഞാൻ ഉണർന്നത്. ഞാൻ കാവലിനായി ഉണർന്നിരുന്നു. ബൈര മറ്റ് 2 പേർക്കൊപ്പം ഉറങ്ങുവാനായി പോയി. തീയുടെ ആന്തൽ കുറഞ്ഞു തുടങ്ങി. വലിയ തീ ഉണ്ടാക്കുവാനുള്ള അത്ര വിറക് അവശേഷിച്ചിരുന്നില്ല. കനൽ നിലനിർത്തുവാൻ ഞാൻ അല്പം വിറക് കൂടി തീയിലേക്കിട്ടു. വേനൽക്കാലമായെങ്കിലും പുലർച്ചെ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. പൊന്നാച്ചിമലയുടെ താഴ്വരയിൽ എവിടെ നിന്നോ ഒരു ആനയുടെ അലർച്ച കേട്ടു. കുറച്ചു സമയത്തിന് ശേഷം ഒരു മ്ലാവ് 1-2 തവണ മുന്നറിയിപ്പ് ശബ്ദങ്ങൾ ഉയർത്തി. പക്ഷേ ഒരു മാംസഭോജിയുടെ സാന്നിധ്യം കൊണ്ട് ഉയർത്തിയ ഒരു മുന്നറിയിപ്പായിരുന്നില്ല അത്. കാരണം അതിൻ്റെ ദൈർഘ്യം കുറവായിരുന്നു. മറ്റെന്തോ കണ്ട് ഭയപ്പെട്ട് പെട്ടെന്ന് മുന്നറിയിപ്പ് ശബ്ദം പുറപ്പെടുവിച്ചതായിരിക്കാം. വാച്ചിൻ്റെ സൂചി വേഗത്തിൽ ഓടിക്കൊണ്ടിരുന്നു. സമയം 3:30 ഞാൻ വേഗം ലോട്ടയെ വിളിച്ചുണർത്തി. അവനോട് തീ കെടാതെ നോക്കണമെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും കിടന്നുറങ്ങി. രാവിലെ 6:30 ഞാൻ ഉണരുമ്പോൾ തീ നന്നായി കത്തുന്നുണ്ടായിരുന്നു. എൻ്റെ സഹായികൾ 3 പേരും ചേർന്ന് അതിൽ ചായ ഉണ്ടാക്കുകയാണ്. എനിക്ക് സന്തോഷമായി. ഞാൻ ചായ കുടിച്ച ശേഷം ഞങ്ങൾ ജോലികൾ വേഗത്തിലാക്കി. കടുവയ്ക്ക് ഇരയായി കെട്ടുവാൻ 2 കന്നുകാലികളെ വാടകയ്ക്ക് നൽകാമെന്ന് ഒരു ഗ്രാമീണൻ എന്നെ അറിയിച്ചു.
ഒരു കാളയ്ക്ക് 10 രൂപ വാടകയായി നൽകണം. കാളയെ വിൽക്കാനുള്ള അവകാശം അയാൾക്കില്ല. കാരണം അയാൾ അവയുടെ ഉടമസ്ഥനല്ല. കുറച്ചകലെയുള്ള ഗ്രാമത്തിലെ ഏതോ ഒരാൾ 35 കന്നുകാലികളെ 6 മാസത്തേക്ക് നോക്കുവാൻ അയാളെ ഏൽപ്പിച്ചതാണ്. ഒരു മാസം 3 രൂപ ആയിരുന്നു അയാൾക്ക് ശമ്പളമായി ലഭിച്ചിരുന്നത്. കാളയെ കടുവ കൊല്ലുകയാണെങ്കിൽ ഞാൻ അയാൾക്ക് 100 രൂപ നഷ്ടപരിഹാരമായി നൽകണം. ഇങ്ങനെ ചെയ്യുന്ന കാര്യം മറ്റാരും അറിയാനും പാടില്ല. അതായിരുന്നു നിബന്ധന. കന്നുകാലികളുടെ എണ്ണത്തിൽ കുറവുള്ളത് ഉടമസ്ഥൻ ചോദിച്ചാൽ മേയാൻ വിട്ടപ്പോൾ അതിനെ കടുവ പിടിച്ചെന്ന് അയാൾ പറയും. അപ്പോൾ ഉടമസ്ഥൻ ബാക്കിയുള്ള ശമ്പളം അയാൾക്ക് നൽകാതെ ഇരിക്കുമായിരിക്കും. അതൊരു ചെറിയ തുക മാത്രമാണ്. അത് നഷ്ടപ്പെട്ടാലും അയാൾക്ക് കുഴപ്പമില്ല. നല്ല ഒരു തുക ലാഭമായി ലഭിക്കും. പിന്നീട് ഞങ്ങൾ കന്നുകാലിയെ കെട്ടിയിടുവാൻ പദ്ധതിയിട്ട സ്ഥലത്തേക്ക് നടന്നു. തലേന്ന് ബജലൈൻ ഗ്രാമത്തിലേക്ക് പോയ നടപ്പാതയിലൂടെ 1 മൈൽ സഞ്ചരിച്ച് ഞങ്ങൾ ലോട്ട പറഞ്ഞ കുന്നിന്റെ വടക്കൻ ചെരുവിലെത്തി. കുന്നിന്റെ പകുതിയോളം കാട് മൂടി കിടക്കുകയാണ്. ബാക്കി ഭാഗത്ത് ചെറിയ കുറ്റിച്ചെടികൾ മാത്രമേ ഉള്ളൂ. അത് ഏറുമാടം സ്ഥാപിക്കുവാൻ അനുയോജ്യമാണ്. എൻ്റെ കൂട്ടാളികൾ 3 പേരും ചേർന്ന് ആ പൊളിമരത്തിൽ ഒരു ഏറുമാടം സ്ഥാപിച്ചു. കടുവയുടെ കാഴ്ചയിൽ നിന്നും മറയ്ക്കുന്നതിനായി അത് ചില്ലകളും പച്ചിലകളും കെട്ടി ഒളിപ്പിച്ചു വെച്ചു. ശേഷം കാളകളിൽ ഒന്നിനെ പുളിമരത്തിന് ചുവട്ടിൽ നടപ്പാതയിലേക്ക് തിരിച്ച് കെട്ടിയിട്ടു. ഏകദേശം 1.5 മണിക്കൂറിനുള്ളിൽ ഈ പണികളെല്ലാം തീർത്ത് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. കാട്ടിലൂടെയുള്ള ഒരു കുറുക്കുവഴിയിലൂടെ ലോട്ട ഞങ്ങളെ ഗുല്യത ഹല്ല അരുവിയുടെ കരയിലേക്ക് നയിച്ചു. ഈ കാട്ടുപാതയിലൂടെ 1/2 മൈലിനുള്ളിൽ ഞങ്ങൾ ഗുല്യത ഹല്ല അരുവിയുടെ കരയിലെത്തി. അരുവിയുടെ കരയിലൂടെ തലേന്ന് ലോട്ട പറഞ്ഞ കടുവയുടെ കാൽപ്പാട് കണ്ട സ്ഥലം തേടി ഞങ്ങൾ മുൻപോട്ട് നടന്നു. ഏകദേശം 1/4 മൈൽ ദൂരം സഞ്ചരിച്ചപ്പോഴേക്കും ലോട്ട പറഞ്ഞ വിവരങ്ങളുടെ സ്ഥിരീകരണം എന്നോണം കടുവയുടെ പുതിയ കാൽപ്പാടുകൾ രംഗ കണ്ടെത്തി. തലേന്ന് രാത്രി കടുവ അരുവിയിലേക്ക് വന്നു പോയതിന്റെ തെളിവുകളായിരുന്നു ആ കാൽപ്പാടുകൾ. ഇവിടെ നിന്നും കുറച്ച് യാർഡുകൾ അകലെയായി സാമാന്യം വലിയ ഒരു കാട്ടത്തി വൃക്ഷമുണ്ടായിരുന്നു. അത് ഏറുമാടമുണ്ടാക്കുവാൻ അനുയോജ്യമാണ്. എൻ്റെ കൂട്ടാളികൾ വീണ്ടും ഏറുമാടമുണ്ടാക്കുന്ന ജോലികളിൽ വ്യാപൃതരായി. 1.5 മണിക്കൂർ കൊണ്ട് ഏറുമാടത്തിന്റെ പണികൾ പൂർത്തിയായി. രണ്ടാമത്തെ കാളയെ ഞങ്ങൾ മരത്തിന് താഴെയുള്ള അരുവിയുടെ കരയിലെ ഒരു പാറയിൽ കെട്ടിയിട്ടു. ഇപ്പോൾ സമയം ഉച്ച കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ജോലി കടുവ ഉണ്ടെന്ന് കരുതുന്ന കുന്നുകയറി പരിശോധിക്കുക എന്നതായിരുന്നു. പക്ഷേ അപ്പോൾ മറ്റൊരു പ്രശ്നം ഉടലെടുത്തു. 3 പേരിൽ ആര് എൻ്റെ കൂടെ വരും എന്നതിനെ ചൊല്ലി എൻ്റെ കൂട്ടാളികൾക്കിടയിൽ ഒരു തർക്കമുണ്ടായി. എന്നെ 2 വയസ്സ് മുതൽ എടുത്തുകൊണ്ട് നടന്നയാളാണ്. അതുകൊണ്ട് എനിക്കൊപ്പം വന്ന് എൻ്റെ സംരക്ഷണ ചുമതല ഏൽക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമാണെന്ന് രംഗ അവകാശപ്പെട്ടു. കടുവ സമീപത്തുണ്ടെങ്കിൽ മണത്ത് കണ്ടുപിടിക്കുവാനുള്ള കഴിവ് തനിക്കുണ്ടെന്നും അതുകൊണ്ട് താൻ കൂടെ വരുന്നതാകും ഉചിതമെന്നും ബൈറ്റ പറഞ്ഞു. എൻ്റെ കൂടെ ചേർന്നിട്ട് 1 ദിവസമേ ആയിരുന്നുള്ളൂ എങ്കിലും തർക്കത്തിൽ ലോട്ടയും പങ്കാളിയായി. കടുവ ഒളിച്ചിരിക്കുന്ന ഗുഹ തനിക്ക് മാത്രമേ കൃത്യമായി അറിയൂ എന്നും അതുകൊണ്ട് തന്നെ കൂടെ കൊണ്ടുപോകണമെന്നും അയാൾ അവകാശപ്പെട്ടു. ലോട്ട പറഞ്ഞത് ശരിയാണ്. ഗുഹയിലേക്ക് കൃത്യമായി നയിക്കുവാൻ ലോട്ടയ്ക്ക് കഴിയും. അതുകൊണ്ട് തീർച്ചയായും അവനാണ് കൂടെ വരേണ്ടത്. പക്ഷേ ഞാൻ ആ തീരുമാനമെടുത്താൽ മറ്റ് 2 പേർക്കും അത് വിഷമമാകും. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോകുവാൻ തീരുമാനിച്ചു. എൻ്റെ തീരുമാനം കേട്ടതോടെ 3 പേരും തർക്കം നിർത്തി. അവരുടെ തർക്കം മൂലമാണ് ഞാൻ ഒറ്റയ്ക്ക് പോകുവാൻ തീരുമാനമെടുത്തത് എന്ന് അവർക്ക് മനസ്സിലായി. ആരെ കൂടെ കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചു കൊള്ളുവാൻ അവർ എനിക്ക് അനുവാദം തന്നു. പക്ഷെ വീണ്ടും 3 പേരിൽ ഒരാളെ തിരഞ്ഞെടുക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്. അതിനാൽ ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഗുഹയുടെ സ്ഥാനം കൃത്യമായി പറഞ്ഞു തരാൻ ഞാൻ ലോട്ടയോട് ആവശ്യപ്പെട്ടു. അവൻ കുന്നിൻ മുകളിലുള്ള ഒരു പാറക്കെട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ആ പാറയുടെ പിന്നിലാണ് ഗുഹയുടെ കവാടം. അവിടേക്ക് നേരെ ചെല്ലുന്നതിന് പകരം ഏതെങ്കിലും കോണിലൂടെ പാറക്കെട്ടിനെ സമീപിക്കുന്നതാണ് ഉചിതമെന്നും ഗുഹാ കവാടത്തിലേക്ക് പോകുമ്പോൾ ഇഴഞ്ഞു നീങ്ങി വേണം സഞ്ചരിക്കാനെന്നും ലോട്ട എന്നോട് നിർദ്ദേശിച്ചു. ഈ നിർദ്ദേശങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് 3 പേരോടും യാത്ര പറഞ്ഞ് ഞാൻ അരുവി കടന്ന് ലോട്ട പറഞ്ഞ കുന്നിനെ ലക്ഷ്യമാക്കി നടന്നു. കുന്നിന്റെ 3/2 ഭാഗവും കാട് മൂടി കിടക്കുന്നതിനാൽ കടുവ ഗുഹയിലാണ് ഉള്ളതെങ്കിൽ അതിന് എൻ്റെ വരവ് കാണുവാനാകില്ല. എന്നാൽ കടുവ കാട്ടിൽ എവിടെയെങ്കിലും ആണെങ്കിൽ ഞാൻ അതിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും ചാടി വീണ് അതിനെ ആക്രമിച്ചേക്കാം. ഓരോ കുറ്റിക്കാടുകളും സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് ഞാൻ കുന്നിനെ ലക്ഷ്യമാക്കി നടന്നു. ചെരുവിലൂടെ ഉയരത്തിലേക്ക് കയറും തോറും അടിക്കാടുകളുടെ സാന്ദ്രത കുറഞ്ഞു വന്നു. കുറ്റിക്കാടുകളുടെ മറവില്ലാത്തതിനാൽ മുകളിൽ നിന്നും കടുവയ്ക്ക് എന്നെ കാണുവാൻ സാധിക്കും. ഒരുപക്ഷെ അത് ഏതെങ്കിലും പാറക്കൂട്ടത്തിന് പിന്നിൽ മറഞ്ഞിരുന്ന് എന്നെ ആക്രമിച്ചേക്കാം. അല്ലെങ്കിൽ
കടുവ കാട്ടിലെവിടെയെങ്കിലും ആണെങ്കിൽ എനിക്ക് പിന്നിലൂടെ എത്തി ആക്രമിച്ചേക്കാം. പക്ഷേ എൻ്റെ മുൻപിൽ വേറെ വഴിയില്ല. തനിച്ച് വരിക എന്നത് ഞാൻ എടുത്ത തീരുമാനമാണ്. അതുകൊണ്ട് മുൻപിലേക്ക് പോയേ പറ്റൂ. ഇപ്പോൾ അങ്ങിങ്ങായുള്ള കുറ്റിച്ചെടികൾ മാത്രമേ ഉള്ളൂ. മുൻപിലേക്കുള്ള പാതയിൽ നിറയെ പാറകളാണ്. ചില പാറകൾ 10 അടിയോ അതിലധികമോ ഉയരമുള്ളവയായിരുന്നു. മറ്റു ചിലത് 3 അടി വലിപ്പമുള്ള ചെറിയ പാറകൾ. പലപ്പോഴും ഇവയെല്ലാം കൂടിച്ചേർന്നിരിക്കുന്നതിനാൽ അതിനിടയിലൂടെയുള്ള യാത്ര വളരെ ദുഷ്കരമായിരുന്നു. വളരെ ശ്രദ്ധയോടെ പാറകളിലൂടെ ഞാൻ നടന്നെങ്കിലും പലപ്പോഴും അറിയാതെ ചില ശബ്ദങ്ങൾ വന്നു. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമായിരിക്കണം കടുവ എൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് എന്നെ ആക്രമിക്കാതിരിക്കുന്നത്. ഞാൻ ഗുഹയിരിക്കുന്ന പാറക്കെട്ടിന് സമീപം എത്തി. പക്ഷെ അവിടെ നിന്ന് നോക്കിയാൽ ഗുഹാ കവാടം കാണുവാൻ സാധിക്കുന്നില്ല. ഗുഹാ കവാടം മറയ്ക്കുന്ന പാറയുടെ പിന്നിലൂടെ ഞാൻ പതിയെ ഇഴഞ്ഞ് മറ്റേ അറ്റത്തേക്ക് നീങ്ങി. ഇടയ്ക്കിടെ ഗുഹാ കവാടം കാണുവാൻ സാധിക്കുമോ എന്നറിയാൻ പെരുവിരലിൽ ഉയർന്നു നിന്ന് നോക്കി. പക്ഷേ ഒന്നും കാണുവാൻ സാധിച്ചില്ല. പെട്ടെന്ന് ചാരനിറത്തിലുള്ള ഒരു രൂപം പാറക്കെട്ടിന് പിന്നിൽ നിന്നും എൻ്റെ നേരെ ചാടി വന്നു. അത് കടുവ എന്നെ ആക്രമിക്കാൻ വന്നതാണെന്ന് ഒരു നിമിഷത്തേക്ക് ഞാൻ കരുതി. ഞൊടിയിടയിൽ ഞാൻ എൻ്റെ തോക്ക് തോളിലേക്ക് ഉയർത്തി. പക്ഷേ അതൊരു ഹനുമാൻ കുരങ്ങനായിരുന്നു. അവൻ ഒരു പാറയിൽ നിന്നും മറ്റൊരു പാറയിലേക്ക് ചാടിയതായിരുന്നു. ഹനുമാൻ കുരങ്ങിൻ്റെ സാന്നിധ്യം എൻ്റെ പിരിമുറക്കത്തിന് അല്പം അയവ് വരുത്തി. കാരണം കടുവ അവിടെ ഉണ്ടെങ്കിൽ ഹനുമാൻ കുരങ്ങ് ഒരിക്കലും ആ വഴിയിലൂടെ പോകുമായിരുന്നില്ല. ഞാൻ വീണ്ടും കുരങ്ങൻ പോയ പാതയിലൂടെ മുൻപിലേക്ക് അല്പം കൂടി നീങ്ങി. അപ്പോൾ വിചിത്രമായ ഒരു കാര്യം സംഭവിച്ചു. കുരങ്ങൻ ഹിർ ഹിർ എന്ന ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് പോയ പാതയിൽ തന്നെ തിരിച്ച് ചാടി വന്നു. അത് അതിവേഗത്തിൽ പാറയ്ക്ക് മുകളിലൂടെ ചാടി എൻ്റെ പിന്നിൽ എവിടെയോ മറഞ്ഞു. കുരങ്ങൻ എന്തിനായിരിക്കും ഭയന്ന് ഓടിയത്? അത് കടുവയെ കണ്ടിരിക്കുമോ? ഞാൻ വീണ്ടും ജാഗ്രതയോടെ മുൻപിലേക്ക് ഇഴഞ്ഞു നീങ്ങി. ഇപ്പോൾ ഞാൻ ഗുഹാ കവാടത്തിന് മുകളിലെത്തി. അതീവ ശ്രദ്ധയോടുകൂടി കുറച്ചിഞ്ചുകൾ കൂടി മുൻപിലേക്ക് നീങ്ങി. ഒടുവിൽ ഗുഹാ കവാടത്തിൻ്റെ അരികിലെത്തി. കാൽമുട്ടിൽ ഊന്നി നിന്ന് കൈത്തണ്ട നിലത്തുകുത്തി ഞാൻ ഗുഹയ്ക്കുള്ളിലേക്ക് എത്തി നോക്കി. പക്ഷേ ഗുഹാ കവാടത്തിന് 5 അടി ഉയരവും 1 യാർഡ് വീതിയും മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ കടുവ ഉണ്ടായിരുന്നതുമില്ല. അടുത്തതായി എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചു. ഒരു കല്ല് താഴേക്കെറിഞ്ഞ് കടുവ പരിസരത്ത് എവിടെയും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയാലോ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ കല്ലെറിഞ്ഞ് കടുവയെ അനാവശ്യമായി ഭയപ്പെടുത്തേണ്ട. അത് കാടിൻ്റെ മറ്റേതെങ്കിലും പ്രദേശത്തേക്ക് ഓടിപ്പോയാൽ പദ്ധതികളെല്ലാം പാളിപ്പോകും. മാത്രമല്ല, ലോട്ടയ്ക്കറിയാത്ത മറ്റേതെങ്കിലും ഗുഹയ്ക്കുള്ളിലാണ് കടുവ എങ്കിൽ അത് മറ്റേതെങ്കിലും ദിശയിൽ നിന്നും വന്ന് എന്നെ ആക്രമിച്ചേക്കാനും സാധ്യതയുണ്ട്. തിടുക്കം കാട്ടാൻ നിൽക്കേണ്ട. ഇരയായി കെട്ടിയിരിക്കുന്ന കന്നുകാലികളിൽ ഒന്നിനെ കടുവ കൊല്ലുന്നതിന് വേണ്ടി കാത്തിരിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ പതിയെ വന്ന പാത പിന്തുടർന്ന് താഴേക്കിറങ്ങി. ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കി കടുവ പിന്തുടരുന്നില്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തി. താമസിയാതെ ഞാൻ അരുവിയുടെ കരയിൽ എന്നെ കാത്തിരിക്കുകയായിരുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തെത്തി. അവിടെ നിന്നും ഞങ്ങൾ ഞങ്ങളുടെ ക്യാമ്പിംഗ് സ്ഥലത്തേക്ക് പോയി. എൻ്റെ കൂട്ടാളികൾ 3 പേരും ചേർന്ന് കുറെ ചുള്ളിക്കമ്പുകൾ ശേഖരിച്ചു കൊണ്ടുവന്നു. ക്യാമ്പ് ഫയർ തയ്യാറാക്കിയ ശേഷം ഞങ്ങൾ നേരത്തെ തന്നെ ഉറങ്ങുവാൻ പോയി. തലേന്നത്തേതുപോലെ ഓരോ ആളുകൾ മാറി മാറി കാവലിനായി ഉണർന്നിരുന്നു. ആ രാത്രി സംഭവരഹിതമായി കടന്നുപോയി. അതിരാവിലെ തന്നെ ഞങ്ങൾ ഇരയായി കെട്ടിയിരുന്ന കന്നുകാലികളെ പരിശോധിക്കുവാനായി പോയി. ബജലൈൻ ഗ്രാമത്തിലേക്ക് നയിക്കുന്ന പാതയിൽ കെട്ടിയിരുന്ന ആദ്യത്തെ കന്നുകാലി ജീവനോടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ കടുവ വന്നതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണുവാനുണ്ടായിരുന്നില്ല. അവിടെ നിന്നും കാട്ടുവഴിയിലൂടെ കയറി ഞങ്ങൾ ഗുല്യത ഹല്ല അരുവിയുടെ കരയിൽ കെട്ടിയിരിക്കുന്ന രണ്ടാമത്തെ കന്നുകാലിയുടെ അടുത്തേക്ക് പോയി. അതും ജീവനോടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ കടുവ വന്നിരുന്നു. അരുവിയുടെ കരയിലെ നേർത്ത മണ്ണിൽ കടുവയുടെ കാൽപ്പാടുകൾ ഞങ്ങൾ കണ്ടു. കടുവ കാളയുടെ 40 അടി അകലത്തിൽ വരെ വന്നിരുന്നു. അവിടെ നിന്നും കന്നുകാലിയെ പരിശോധിച്ച ശേഷം എന്തോ കാരണത്താൽ കടുവ കാളയെ കൊല്ലാതെ തിരിച്ചുപോയി. മറ്റൊന്നും ചെയ്യാനില്ലാത്തതിനാൽ ഞങ്ങൾ തിരികെ ബജലൈൻ ഗ്രാമത്തിലേക്ക് മടങ്ങി. അവിടെ ലോട്ടയുടെ അമ്മാവൻ തോക്കുമായി തിരിച്ചെത്തിയിരുന്നു. ലോട്ടയ്ക്ക് തോക്ക് ലഭിച്ചു. അതുകൊണ്ട് അവൻ പുതിയ ഒരു പദ്ധതി എന്നോട് പറഞ്ഞു. രാത്രി വെറുതെ കിടന്നുറങ്ങി സമയം കളയാതെ മറ്റ് 2 കാളകളെ കൂടി സംഘടിപ്പിച്ച് അവയെ കുന്നിൻ്റെ കിഴക്കും പടിഞ്ഞാറുമായി കെട്ടണം. എന്നിട്ട് മരത്തിൻ്റെ മുകളിൽ തോക്കുമായി കാവലിരിക്കണം. തലേന്ന് ഇരയായി കിട്ടിയിരുന്ന ഒരു കന്നുകാലിയുടെ സമീപത്ത് വരെ കടുവ എത്തിയെങ്കിലും സംശയാലുവായതിനാൽ അതിനെ കൊല്ലാതെ പോയി. അതുകൊണ്ട് കടുവ മലമുകളിലെ ഗുഹയിൽ നിന്നും ഇറങ്ങി ഈ ദിശയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും
തലേന്നത്തേന് സമാനമായി കന്നുകാലിയുടെ അടുത്തെത്തി പരിശോധിക്കും. ആ സമയത്ത് നമുക്ക് കടുവയെ എളുപ്പത്തിൽ വെടിവെക്കുവാൻ സാധിക്കും. ഞാൻ കുന്നിന്റെ പടിഞ്ഞാറ് ദിശയിലും ലോട്ട കുന്നിന്റെ കിഴക്ക് ദിശയിലും ഇരകളെ കെട്ടിയിട്ട് കാത്തിരിക്കാമെന്നതായിരുന്നു ലോട്ടയുടെ അഭിപ്രായം. അവന്റെ പദ്ധതി ഞാനും അംഗീകരിച്ചു. ഇരയായി കെട്ടുവാൻ 2 കന്നുകാലികളെ കൂടി സംഘടിപ്പിക്കുവാൻ ഞാൻ ലോട്ടയെ പറഞ്ഞേൽപ്പിച്ചു. അതിനുശേഷം ഞാൻ കയ്യിൽ കരുതിയിരുന്ന ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിച്ച് ഒരു ഉച്ചഭക്ഷണം തയ്യാറാക്കി. ഞാൻ പ്രതീക്ഷിച്ചതിലും വേഗം ഇരയായി കെട്ടുവാൻ 2 കന്നുകാലികളെയും കൊണ്ട് ലോട്ട തിരിച്ചെത്തി. പാതി വളർച്ചയെത്തിയ ഒരു കറുത്ത കാളയെയും ഒരു പോത്തിൻ കിടാവിനെയും അവൻ കൊണ്ടുവന്നു. അങ്ങനെ കന്നുകാലികളെയും കൊണ്ട് ഞങ്ങൾ കാട്ടിലേക്ക് നടന്നു. എൻ്റെ ടോർച്ചുകൾ, കോട്ട്, ഒരു പാത്രത്തിൽ സാൻഡ്വിച്ച്, പിന്നെ ഒരു കുപ്പിയിൽ നിറച്ച ചായ, വാട്ടർ ബോട്ടിൽ എന്നിവയുമായി രംഗയും ബൈരയും, പിന്നാലെ കന്നുകാലികളെ തെളിച്ചുകൊണ്ട് ലോട്ടയും വന്നു. താമസിയാതെ ഞങ്ങൾ കുന്നിന്റെ കിഴക്കൻ ചെരുവിലെത്തി. ലോട്ടയുടെ പദ്ധതിക്ക് വിപരീതമായി കുന്നിന്റെ പടിഞ്ഞാറൻ ദിശയ്ക്ക് പകരം കിഴക്കൻ ദിശയിൽ കടുവയ്ക്കായി കാത്തിരിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. കാരണം കടുവ കിഴക്കൻ ദിശയിലേക്ക് വരുവാനാണ് കൂടുതൽ സാധ്യത എന്ന് എനിക്ക് തോന്നി. കറുത്ത കാളയേക്കാൾ ഞാൻ പോത്തിൻ കിടാവിനെ ഇരയായി കെട്ടുവാൻ താല്പര്യം കാണിച്ചു. കാരണം തലേന്ന് ഇരയായി കെട്ടിയിരുന്ന കാളയെ കടുവ കൊല്ലാതെ പോയി. പക്ഷെ ഒരു ഇളം പോത്തിന്റെ ഇറച്ചി കടുവയ്ക്ക് അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കുവാൻ സാധിക്കുകയില്ല. അടുത്ത ദൗത്യം ഇരിക്കുവാൻ അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തുകയാണ്. ആ പ്രദേശത്ത് അടിക്കാടുകളും ചെറിയ മരങ്ങളും മാത്രമേ ഉള്ളൂ. ഏറുമാടം നിർമ്മിക്കുവാൻ പറ്റിയ ബലമുള്ള മരങ്ങളൊന്നും കാണുവാനില്ല. കുറ്റിക്കാട്ടിൽ എവിടെയെങ്കിലും മറഞ്ഞിരിക്കേണ്ടതായി വരും. ഞാൻ അനുയോജ്യമായ സ്ഥലം അന്വേഷിച്ച് ചെരുവിലേക്ക് കണ്ണോടിച്ചു. അവിടെ ഒരു പാറക്കൂട്ടം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ അവിടേക്ക് പോയി പരിശോധിച്ചു. അവിടെ 12 അടി ഉയരമുള്ള 2 പാറകൾ, അതിലേക്ക് മൂന്നാമതൊരു പാറ ചേർന്നിരിക്കുന്നു. ഈ 3 പാറകൾ ഏതാണ്ട് 90 ഡിഗ്രി ചെരുവിൽ കൂടി ചേർന്നിരിക്കുന്നു. ഈ പാറകളുടെ വിടവിൽ മുള്ളുകൾ വെട്ടിവെച്ച് മറച്ചാൽ അത് കടുവയുടെ ശ്രദ്ധയിൽപ്പെടുകയില്ല. പാറകളുടെ ഇരുപുവശം വെച്ച് പിന്നിൽ നിന്നും വശങ്ങളിൽ നിന്നുമുള്ള കടുവയുടെ ആക്രമണം എനിക്ക് ഭയപ്പെടേണ്ടതില്ല. കടുവയ്ക്ക് വേണമെങ്കിൽ പാറകളുടെ മുകളിലൂടെ ചാടി ചെരുവിലൂടെ എന്നിലേക്കെത്താം. അങ്ങനെ വന്നാൽ പാറയുടെ ചെരുവിലൂടെ കടുവ വരുന്നത് എനിക്ക് കാണുവാനും എളുപ്പത്തിൽ വെടിവെക്കുവാനും സാധിക്കും. പക്ഷേ വശങ്ങളിൽ എവിടെ നിന്നെങ്കിലും പതുങ്ങി വന്ന് പാറയുടെ മുൻഭാഗത്തെ തുറന്ന ഭാഗത്തുകൂടി കടുവയ്ക്ക് വേണമെങ്കിൽ എന്നെ ആക്രമിക്കുവാൻ സാധിക്കും. അത് തടയുവാൻ പാറയുടെ മുൻപിൽ എവിടെയെങ്കിലും ഞാൻ കന്നുകാലിയെ കെട്ടിയിടും. അപ്പോൾ കടുവ മുൻപിലൂടെ വരികയാണെങ്കിൽ കന്നുകാലി എനിക്ക് മുന്നറിയിപ്പ് തരും. കടുവയ്ക്കായി കാത്തിരിക്കുവാൻ ഇത്രയും സുരക്ഷിതമായ ഒരു സ്ഥലം ലഭിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിച്ചു. ഞാൻ എൻ്റെ മനസ്സിലെ പദ്ധതി എൻ്റെ സഹായികളോട് പങ്കുവച്ചു. അവരും അത് അംഗീകരിച്ചു. എൻ്റെ കൂട്ടാളികൾ 3 പേരും ചേർന്ന് മരച്ചില്ലകളും മുള്ളുകളും കാട്ടിൽ നിന്നും മുറിച്ചുകൊണ്ടുവന്നു. എന്നിട്ട് പാറയുടെ തുറന്ന ഭാഗങ്ങളിൽ കെട്ടി മറച്ചു വെച്ചു. ഞാൻ റൈഫിളുമായി നിന്ന് അവർക്ക് സംരക്ഷണം ഒരുക്കി. പിന്നീട് ഞാൻ മുൻപ് തീരുമാനിച്ചതുപോലെ പാറയുടെ മുൻഭാഗത്ത് 12 അടി അകലത്തിൽ കന്നുകാലിയെ കൊണ്ടുവന്ന് അതിന്റെ മുൻകാലുകൾ നിലത്തുറപ്പിച്ച ഒരു കുറ്റിയിൽ കെട്ടിയുറപ്പിച്ചു. അടുത്തതായി കുന്നിന്റെ പടിഞ്ഞാറൻ ദിശയിലേക്ക് പോയി അവിടെ ലോട്ടയ്ക്ക് ഇരിക്കുവാൻ അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തണം. ഞാൻ നേരെ കുന്നിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി. കടുവയുടെ ശ്രദ്ധയിൽപ്പെടാതെ ഇരിക്കുവാൻ താഴ്വരയിലൂടെ ചുറ്റി അരുവിയുടെ കരയിലൂടെ പടിഞ്ഞാറൻ തീരത്തേക്ക് നീങ്ങി. അവിടെയും സ്ഥിതിഗതികൾ കിഴക്കേ ദിശയിലേതിന് സമാനമായിരുന്നു. ഏർമാടം കെട്ടുവാൻ പാകത്തിലുള്ള ഉയർന്ന മരങ്ങളൊന്നും തന്നെയില്ല. ഞങ്ങൾ താഴ്ന്ന ചെരുവുകളിലൂടെ മുകളിലേക്ക് കയറി. എനിക്ക് ലഭിച്ചതുപോലെ സുരക്ഷിതമായ ഒരു സ്ഥലത്തിനായി പരതി. പക്ഷേ അനുയോജ്യമായ ഒന്നും കാണുവാൻ സാധിച്ചില്ല. ഒടുവിൽ കൂമ്പാരമായി കിടക്കുന്ന പാറകളുടെ ഇടയിൽ പരതി ലോട്ട ഒരു സ്ഥലം കണ്ടുപിടിച്ചു. ഉയരത്തിലായി നിൽക്കുന്ന സ്ലാബ് പോലെയുള്ള പരന്ന പാറയായിരുന്നു അത്. മലയുടെ ഉയർന്നു വരുന്ന ഭാഗത്ത് കാളയെ കെട്ടിയിട്ട ശേഷം പാറയുടെ മുകളിൽ കിടന്നുകൊണ്ട് കടുവയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു ലോട്ടയുടെ ലക്ഷ്യം. കുന്നിന്റെ തോൾഭാഗത്ത് എവിടെയോ ആണ് കടുവയുടെ ഗുഹ. അതിനാൽ ഈ ഉയർന്ന സ്ഥലത്തിരിക്കുന്നത് കടുവയുടെ ശ്രദ്ധയിൽപ്പെടുകയില്ല. മാത്രമല്ല താഴ്വരയിലേക്ക് വ്യക്തമായ കാഴ്ച ലഭിക്കുകയും ചെയ്യും. അതായിരുന്നു ലോട്ടയുടെ പദ്ധതി. മലയുടെ ഉയർന്ന ചെരുവിൽ കാളയെ കെട്ടിയിടുവാൻ ഞങ്ങൾ ലോട്ടയെ സഹായിച്ചു. അപ്പോഴേക്കും സമയം 4 മണിയായി. പകൽ സമയത്തെ വെയിലേറ്റ് പാറ വളരെ ചൂടായിരുന്നതിനാൽ ലോട്ടയ്ക്ക് അതിൽ കയറി കിടക്കുവാൻ സാധിച്ചില്ല. അതിനാൽ പാറയുടെ താഴെ തണലുള്ള ഭാഗത്ത് ലോട്ടയെ ഇരുത്തിയ ശേഷം ഞങ്ങൾ മടങ്ങി. വൈകുന്നേരം 5:30 വെയിൽ അടങ്ങിയ ശേഷം തോക്കുമായി ലോട്ട പാറയുടെ മുകളിലേക്ക് കയറി കിടക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഞാനും രംഗയും ബൈരയും കുന്നിറങ്ങി കാട്ടിലൂടെ നടന്ന് അരുവിയുടെ കരയിലെ കിഴക്ക് ഭാഗത്ത് കന്നുകാലിയെ കെട്ടിയിട്ട സ്ഥലത്തെത്തി.
മുൻപ് തയ്യാറാക്കിയ പാറയിടുക്കിൽ കയറിയിരുന്ന ശേഷം ബൈരയോടും രംഗയോടും ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ പറഞ്ഞു. രാവിലെ ഞാൻ തിരിച്ചെത്തുന്നതുവരെ ജാഗ്രതയോടെ ഗ്രാമത്തിൽ തന്നെ തുടരണമെന്ന് ഞാൻ അവർക്ക് കർശന നിർദ്ദേശവും നൽകി. 5 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയപ്പോൾ ഞാൻ പാറയുടെ ഇടയിൽ കയറിയിരുന്നു. കന്നുകാലി എനിക്ക് മുൻപിലായി അസ്വസ്ഥതകളൊന്നും കാണിക്കാതെ നിലത്തെ പാതി മയക്കത്തിൽ വിശ്രമിക്കുകയായിരുന്നു. താമസിയാതെ സൂര്യൻ പടിഞ്ഞാറൻ മലനിരകൾക്ക് പിന്നിൽ അസ്തമിച്ചു. പാറകളിലെ ചൂട് കുറഞ്ഞു വന്നതിനാൽ അതിനിടയിലെ എൻ്റെ ഇരിപ്പ് ഇപ്പോൾ സുഖപ്രദമായിരുന്നു. കുന്നിൻ ചെരുവിലെ കുറ്റിക്കാടുകളിൽ നിന്നും പഴങ്ങൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ബുൾബുൾ പക്ഷികളുടെ വിദൂര ശബ്ദങ്ങൾ മാത്രമേ ഇപ്പോൾ കേൾക്കുവാനുള്ളൂ. കുറച്ചു സമയത്തിന് ശേഷം താഴ്വരയിലെ പുളിയും മുത്തിമരങ്ങളും നിറഞ്ഞ പച്ചപ്പുള്ള ഭാഗത്തു നിന്നും കാട്ടുകോഴിയുടെയും ചെമ്പൻ മുള്ളൻ കോഴിയുടെയും എല്ലാം സന്ധ്യാവിളികൾ ഇടയ്ക്കിടെ ഉയർന്നു വന്നു. 6 മണി കഴിഞ്ഞതോടെ ഇരുട്ട് പരന്നു തുടങ്ങി. അരുവിയുടെ ഇരുകരകളിലെയും പച്ചപ്പ് നിറഞ്ഞ കാടുകളും ഇടയിലെ കുറ്റിച്ചെടികളും 20 യാർഡ് അകലെയുള്ള കന്നുകാലിയും ഒരു സിനിമാ സ്ക്രീനിലെ കാഴ്ച പോലെ എനിക്ക് തോന്നി. ക്രമേണ ആ ചിത്രം മങ്ങി മങ്ങി വന്നു. പിന്നീട് എനിക്ക് ചുറ്റും കാടിൻ്റെ ഭയപ്പെടുത്തുന്ന അന്ധകാരം നിറഞ്ഞു. ആകാശത്ത് മിന്നിമറയുന്ന നക്ഷത്രങ്ങളുടെ അരണ്ട പ്രകാശം എനിക്ക് അല്പം ആശ്വാസം നൽകി. കാനന സംഗീതം എൻ്റെ ചെവിയിലേക്കെത്താതെ ചുറ്റുമുള്ള പാറകൾ എന്നെ തടയുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. സമയം കടന്നുപോയി. ഞാൻ വാച്ചിലേക്ക് നോക്കി. സമയം 8 മണി കഴിഞ്ഞിരിക്കുന്നു. കടുവ എത്തുന്നതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും കേൾക്കുവാനില്ല. പെട്ടെന്ന് കാടിൻ്റെ നിശബ്ദതയെ ഖണ്ഡിച്ചുകൊണ്ട് ഉച്ചത്തിലുള്ള ഒരു നിലവിളി ഉയർന്നു വന്നു. തൊട്ടു പിന്നാലെ ഒരു വെടിയൊച്ചയും. പിന്നാലെ വീണ്ടും നിശബ്ദത. 1 മിനിറ്റിനുള്ളിൽ കുന്നിൻ്റെ പടിഞ്ഞാറൻ ദിശയിൽ നിന്നും ഒരു മ്ലാവിൻ്റെ മുന്നറിയിപ്പ് ശബ്ദങ്ങൾ ഉയർന്നു വന്നു. അത് ചുറ്റുമുള്ള കുന്നുകളിൽ തട്ടി പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റു. ശബ്ദം കേട്ടത് ലോട്ട ഇരുന്ന സ്ഥലത്തു നിന്നാണ്. അവൻ അരുതാത്തതെന്തോ സംഭവിച്ചിരിക്കുന്നു. നിലവിളി ശബ്ദം ഒരു മനുഷ്യൻ്റേതിന് സമാനമായി തോന്നിയില്ലെങ്കിലും ആ വെടിയൊച്ച അവൻ്റെ ആ പഴയ കൈത്തോക്കിൽ നിന്ന് തന്നെയാണ് ഉയർന്നത് എന്നെനിക്ക് ഉറപ്പായിരുന്നു. ഒരുപക്ഷെ കടുവയുടെ അപ്രതീക്ഷിത ആക്രമണത്തിൽ ഭയന്ന് നിലവിളിച്ച ശേഷം പ്രതിരോധത്തിനായി വെടിയുതിർത്തതാകാം. 1 മൈൽ അകലെ മലയുടെ എതിർവശത്തെ ഗ്രാമത്തിലുള്ള രംഗയും ബൈരയും വെടിയൊച്ചയുടെ ശബ്ദം കേൾക്കുവാനിടയില്ല. മാത്രമല്ല, ഗ്രാമത്തിൽ തന്നെ തുടരണമെന്ന് അവർക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നതിനാൽ അവർ പുറത്തിറങ്ങുവാനും സാധ്യതയില്ല. ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം ഞാൻ അവിടേക്ക് പോയി അന്വേഷിക്കുക എന്നതാണ്. റൈഫിളിന് മുകളിൽ ഘടിപ്പിച്ച ടോർച്ചിൻ്റെ സഹായത്തോടെ ഞാൻ കുന്നിറങ്ങി കുറ്റിച്ചെടികൾ നിറഞ്ഞ ഭാഗത്തുകൂടി അരുവിയുടെ കരയിലേക്ക് നയിക്കുന്ന പാതയിൽ നടന്നു. കാടിനെ ചുറ്റി മലയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്ന കുറുക്കുവഴി എനിക്ക് വശമില്ലായിരുന്നു. ലോട്ടയായിരുന്നു ആ പാതയിലൂടെ ഞങ്ങളെ കൊണ്ടുപോയത്. അതിനാൽ അരുവിക്ക് കുറുകെ കടന്നു പോകുന്ന പാതയിൽ ഞാൻ മുൻപിലേക്ക് പോയി. അരുവി മറികടന്ന് പടിഞ്ഞാറൻ ദിശയിലെ കുന്നിൻ ചെരുവിനെ ലക്ഷ്യമാക്കി ഞാൻ നടന്നു. കുന്നിൻ്റെ അടിവാരത്തെത്തി ചെരുവിലെ കുറ്റിക്കാടുകൾക്കിടയിലൂടെ ഞാൻ മുകളിലേക്ക് കയറി. ഭയവും ആകാംക്ഷയും കൊണ്ട് വിറയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നി. കുറ്റിക്കാടുകൾക്കിടയിലൂടെ മുകളിലേക്ക് കയറുമ്പോൾ നരഭോജി വഴിയിലെങ്ങാനും പതിയിരിക്കുന്നുണ്ടോ എന്നറിയാൻ ഞാൻ ടോർച്ച് ബീം ചുറ്റിലും പായിച്ചുകൊണ്ടിരുന്നു. കുറ്റിക്കാടുകൾ പിന്നിട്ട് ഞാൻ കുന്നിൻ്റെ ഉയർന്ന ഭാഗത്തേക്ക് കയറി. ഇപ്പോൾ ആകാശത്തിന് താഴെയായി കുന്നിൻ്റെ മുകൾ ഭാഗം എനിക്ക് കാണാം. ഞാൻ അവിടെ നിന്നുകൊണ്ട് ലോട്ടയെ ഉറക്കെ വിളിച്ചു. അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഉറപ്പായും എൻ്റെ വിളികൾക്ക് മറുപടി നൽകും. അതല്ല, കടുവ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ശബ്ദം കേട്ട് ഓടിപ്പോവുകയോ അല്ലെങ്കിൽ എന്നെ ആക്രമിക്കുവാൻ അവൻ പതിയിരിക്കുകയോ ചെയ്യും. 2-3 തവണ വിളിച്ചിട്ടും മറുപടിയൊന്നും ലഭിച്ചില്ല. ഞാൻ വീണ്ടും വീണ്ടും ഉച്ചത്തിൽ ലോട്ട, നീ എവിടെയാണെന്ന് വിളിച്ചു ചോദിച്ചു. എനിക്ക് മറുപടി നൽകൂ, ഞാൻ നിന്റെ അടുത്തേക്ക് വരാമെന്നെല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറി. അല്പസമയത്തിന് ശേഷം എൻ്റെ വിളികൾക്ക് മറുപടിയായി ഒരു ഞരക്കം കേട്ടു. പിന്നെ പതിഞ്ഞ ശബ്ദത്തിൽ ലോട്ടയുടെ മറുപടി വന്നു. ദൊരേ, ഞാൻ ഇവിടെയുണ്ട്. നിങ്ങളുടെ ടോർച്ചിൻ്റെ പ്രകാശം എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അധികം ഉയരത്തിലേക്ക് പോകാതെ കുറച്ചുകൂടി മുൻപിലേക്ക് വരിക. അവൻ്റെ ശബ്ദം വളരെ ദൂരത്തു നിന്നും വരുന്നതായി എനിക്ക് തോന്നി. പക്ഷേ ഒരു 100 യാർഡ് മുൻപിലേക്ക് പോയപ്പോൾ തന്നെ ഞാൻ അവൻ്റെ അടുത്തെത്തി. അവൻ കടുവയെ കാത്തു കിടന്നിരുന്ന പാറയുടെ ചുവട്ടിലാണ് അവൻ ഇപ്പോഴും കിടക്കുന്നത്. അവൻ്റെ തോക്ക് റീലോഡ് ചെയ്തിട്ടില്ലെങ്കിലും അത് കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ പുറം മുതൽ തുടയുടെ താഴ്ഭാഗം വരെ കടുവയുടെ നഖങ്ങൾ കൊണ്ട് ആഴത്തിൽ മുറിവേറ്റ് ചോര വാർന്നുകൊണ്ടിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ കടുവ അവനെ കടിച്ചിട്ടില്ല.
ലോട്ട പാറയുടെ മുകളിൽ കിടക്കുന്നത് കുന്നിൻ മുകളിൽ എവിടെ നിന്നോ കണ്ട കടുവ അവന്റെ പിന്നിലൂടെ പതുങ്ങിയെത്തി അവനെ ആക്രമിച്ചു. പേടിച്ചരണ്ട ലോട്ട തോക്കിന്റെ കാഞ്ചിയിൽ വിരലമർത്തി. വെടിയുടെ സ്ഫോടന ശബ്ദവും തീയും പുകയും എല്ലാം കണ്ട് ഭയപ്പെട്ട കടുവ ലോട്ടയെ പാറയിൽ നിന്നും തട്ടി താഴെയിട്ട ശേഷം പാറയുടെ മുകളിലൂടെ ചാടി ഓടിപ്പോയി. ഏതു നിമിഷവും നരഭോജി തിരിച്ചെത്തിയേക്കാമെന്ന് ഭയപ്പെട്ട് അവൻ പാറയുടെ ചുവട്ടിൽ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് എന്റെ ടോർച്ചിന്റെ വെളിച്ചവും ഞാൻ വിളിക്കുന്നതും അവൻ കേട്ടത്. ടോർച്ച് പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ അവന്റെ ശരീരത്തിലെ മുറിവുകളെല്ലാം പരിശോധിച്ചു. ഭാഗ്യവശാൽ അപകടകരമായ മുറിവുകളൊന്നും തന്നെയില്ല. പക്ഷേ അവന്റെ ശരീരത്തിൽ നല്ല വേദനയുണ്ടായിരുന്നു. രാവിലെ വരെ ഒരു തരത്തിലുള്ള സഹായം ലഭിക്കുകയില്ലെന്നും എത്രയും പെട്ടെന്ന് നമുക്ക് ഗ്രാമത്തിലേക്ക് പോകണമെന്നും ഞാൻ ലോട്ടയോട് പറഞ്ഞു. പക്ഷേ അവൻ എഴുന്നേക്കുവാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ഞാൻ അവനെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവന്റെ തോക്ക് അവിടെ ഉപേക്ഷിച്ച് എനിക്കൊപ്പം വരുവാൻ ഞാൻ അവനോട് പറഞ്ഞു. ആദ്യം അവൻ മടിച്ചുവെങ്കിലും പിന്നീട് തോക്ക് അവിടെ ഉപേക്ഷിക്കുവാൻ അവൻ തയ്യാറായി. എന്നിട്ട് വലതു കൈകൊണ്ട് എന്റെ തോളിൽ ചുറ്റിപ്പിടിച്ചു. ഞാൻ ഇടതു കൈകൊണ്ട് അവനെ താങ്ങി. ടോർച്ച് കത്തിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ കുന്നിൻ മുകളിൽ നിന്നും ചെരുവിലൂടെ താഴേക്കിറങ്ങി. വളരെ ബുദ്ധിമുട്ടി ഞങ്ങൾ ചെരുവിലെ കുറ്റിക്കാടുകൾ പിന്നിട്ട് അരുവിയുടെ കരയിലേക്കെത്തി. അവിടെ വെച്ച് ലോട്ട നടക്കാനാവാതെ തളർന്നു വീണു. ഞാൻ അവനെ തോളിലെടുത്തുകൊണ്ട് ഫയർമാൻസ് ലിഫ്റ്റ് രീതിയിൽ തോളിൽ ചുമന്നുകൊണ്ട് വീണ്ടും ഗ്രാമത്തെ ലക്ഷ്യമാക്കി നടന്നു. കൂടുതൽ അപകടമൊന്നും കൂടാതെ ഞങ്ങൾ ഗ്രാമത്തിലേക്കെത്തി. പക്ഷേ അപ്പോഴേക്കും എൻ്റെ ഊർജമെല്ലാം പോയി. ഞാൻ പൂർണ്ണമായും തളർന്നിരുന്നു. ടോർച്ചിലെ സെല്ലുകൾ തീർന്ന് ടോർച്ചിന്റെ വെളിച്ചവും മങ്ങിപ്പോയി. ഗ്രാമത്തിലേക്കെത്തി ഞാൻ ഗ്രാമീണരെ വിളിച്ചുണർത്തി. അവരോട് ചൂടുവെള്ളം തയ്യാറാക്കുവാൻ പറഞ്ഞു. ചൂടുവെള്ളത്തിൽ ലോട്ടയുടെ മുറിവുകൾ ഞാൻ നന്നായി കഴുകി. തുടർന്ന് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയും അയഡിനും മുറിവിലേക്ക് ഒഴിച്ചു. ഇതൊരു ക്രൂരമായ ചികിത്സയാണെന്ന് എനിക്കറിയാം. പക്ഷേ മറ്റൊരു മാർഗവും ഇപ്പോൾ എൻ്റെ മുൻപിലില്ല. വേദന കൊണ്ട് ലോട്ട അലറിക്കരഞ്ഞു. മരുന്ന് പുരട്ടിയ ശേഷം പെൻസിലിൻ പ്രൊക്കേന്റെ 2 ചെറിയ കുപ്പികൾ സിറിഞ്ചിലെടുത്ത് അവന്റെ ശരീരത്തിലേക്ക് കുത്തിവെച്ചു. ഇത്തരം അടിയന്തര സാഹചര്യങ്ങളെ നേരിടുവാൻ ഞാനും ഡാഡിയും ഹൈപ്പോഡെർമിക് സിറിഞ്ച്, പെൻസിലിൻ, അയഡിൻ, സർജിക്കൽ നൈഫ്, ബാൻഡേജുകൾ തുടങ്ങിയവയെല്ലാം അടങ്ങിയ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് എപ്പോഴും ഞങ്ങളുടെ ശിക്കാരി യാത്രകളിൽ കൂടെ കൊണ്ടുപോകുമായിരുന്നു. പിറ്റേന്ന് കാലത്തെ തന്നെ ലോട്ടയെ ചുവന്നുകൊണ്ട് കാവേരി നദിയുടെ കരയിലേക്ക് എത്തിക്കാമെന്നും അവിടെ നിന്നും കുട്ടവഞ്ചിയിൽ കയറ്റി അക്കരെ എത്തിച്ച് അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന എൻ്റെ കാറിൽ അവനെ പെന്നഗ്രാമിലെ ആശുപത്രിയിൽ എത്തിക്കണമെന്നും അതിനായി 4-5 പേരുടെ സഹായം എനിക്ക് വേണമെന്നും ഞാൻ ഗ്രാമത്തലവനോട് പറഞ്ഞ് ഏർപ്പാടാക്കി വെച്ചു. അതിശക്തമായ ക്ഷീണം മൂലം ഞാൻ ഉറങ്ങുവാനായി പോയി. അപ്പോൾ ബൈര നാടകീയമായ ഒരു ആശയവുമായി വന്നു. ദൊരെ, നമുക്ക് ഈ കടുവയെ കൊല്ലുവാൻ ഒരവസാന ശ്രമം കൂടി നടത്താം. വെടിയുടെ സ്ഫോടന ശബ്ദത്തിൽ ഭയന്ന കടുവ തിരികെ അതിന്റെ ഗുഹയിലേക്ക് ഓടിക്കയറിയിരിക്കും. നിങ്ങൾ ഉറങ്ങൂ ദൊരെ. പുലർച്ചെ കാട്ടുകോഴി കൂവുമ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കാം. നമുക്ക് പുലർച്ചെ കടുവയുടെ ഗുഹയിലേക്ക് പോകാം. ദൊരെ മുൻപ് പോയതുപോലെ ഗുഹയുടെ പിന്നിലൂടെ പതുങ്ങി മുകളിലേക്കെത്തണം. ഞാൻ അവിടെ നിന്നും ചുറ്റി ഗുഹയുടെ മുൻഭാഗത്തെത്തും. ഒരു നിമിഷം ഞാൻ ഗുഹയ്ക്ക് മുൻപിലെത്തി ഞാൻ എന്നെ തന്നെ കടുവയ്ക്ക് കാണിച്ചു കൊടുക്കും. കടുവ ആക്രമിക്കുന്നതിന് മുമ്പ് ഒരു മുരൾച്ച പുറപ്പെടുവിക്കും. അപ്പോൾ ദുരെ കാഞ്ചി വലിക്കുവാൻ തയ്യാറായിരിക്കണം. കടുവ എന്നെ ആക്രമിക്കുവാൻ പുറത്തേക്ക് ചാടിയിറങ്ങുമ്പോൾ ഞാൻ ഏതെങ്കിലും പാറയുടെ മറവിൽ ഒളിക്കും. അപ്പോൾ ദൊരയ്ക്ക് പിന്നിൽ നിന്നും കടുവയെ വെടിവെക്കുവാൻ സാധിക്കും. ഇതൊരു മണ്ടൻ ആശയമാണെന്ന് പറഞ്ഞ് ഞാൻ തർക്കിക്കുവാൻ ശ്രമിച്ചു. നിങ്ങളിപ്പോൾ ഉറങ്ങൂ ദുരെ, ഞാൻ രാവിലെ നിങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞ് ബൈര മാറിപ്പോയി. കനത്ത ക്ഷീണം മൂലം ഈ പദ്ധതിയെപ്പറ്റി ചിന്തിക്കാനോ ആലോചിക്കാനോ കഴിയാതെ ഞാൻ ഉറങ്ങിപ്പോയി. രാവിലെ 5 മണിയോടെ ബൈര വന്ന് എന്നെ വിളിച്ചുണർത്തി. പുറത്ത് ഇരുട്ടായിരുന്നെങ്കിലും കാട്ടുകോഴികളുടെ കൂകലുകൾ കേൾക്കാമായിരുന്നു. ചെയ്യുന്നത് മണ്ടത്തരമാണോ അതോ ബുദ്ധിപരമായ ഒരു നീക്കമാണോ എന്ന് തീരുമാനിക്കുവാൻ കഴിയാതെ ഞാൻ തോക്കുമായി ബൈരയെ പിന്തുടർന്നു. അരുവിയുടെ കരയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ടോർച്ചിന്റെ ബാറ്ററി തീർന്ന് ടോർച്ച് അണഞ്ഞുപോയി. ബാംഗ്ലൂരിൽ നിന്നും പുറപ്പെടുമ്പോൾ എല്ലാ ആവശ്യ സാധനങ്ങളും ബാഗിൽ എടുത്തു വെക്കുവാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ടോർച്ചിന്റെ ബാറ്ററി മാത്രം മറന്നുപോയി. വെളിച്ചമില്ലെങ്കിലും കാട്ടിലെ എൻ്റെ വഴികാട്ടിയായ ബൈരയിൽ എനിക്ക് അങ്ങേയറ്റം വിശ്വാസമായിരുന്നു. ഞാൻ മറ്റൊന്നും ചിന്തിക്കാതെ ബൈരയുടെ പിന്നാലെ തന്നെ നടന്നു. മരങ്ങൾക്കിടയിലൂടെ തപ്പിത്തടഞ്ഞ് ഞങ്ങൾ മുൻപിലേക്ക് നീങ്ങി. അല്പനേരത്തെ നടത്തത്തിനൊടുവിൽ ഞങ്ങൾ അരുവിയുടെ കരയിലെത്തി. വെളിച്ചം വീഴുന്നതുവരെ ഞങ്ങൾ അരുവിയുടെ കരയിലെ മണലിൽ വിശ്രമിച്ചു. ആ സമയത്ത് ഞാൻ തോക്കിൽ ഘടിപ്പിച്ച ടോർച്ചും ക്ലാമ്പുകളും ഇളക്കി മാറ്റി. ഇനിയും അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല.
അതിനുശേഷം തോക്കിലെ 2 ബാരലുകളിലെയും റൗണ്ടുകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തി. വെളിച്ചം പരന്നതോടെ ഞങ്ങൾ കുന്നിൻ മുകളിലേക്ക് നീങ്ങി. ഏകദേശം മുകളിലെത്താറായതോടെ ബൈര എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, "ദൊരേ, നിങ്ങൾ ഇവിടെ നിന്നും കുന്നിൻ്റെ മുകളിലേക്കുള്ള പാതയിൽ ഇഴഞ്ഞു നീങ്ങുക. ശബ്ദമൊന്നും ഉണ്ടാക്കരുത്. കുന്നിൻ്റെ മുകളിൽ നിന്നും ഇടത്തേക്ക് പോയി ഗുഹയുടെ മുകളിലെത്തിയ ശേഷം കാഞ്ചിയിൽ വിരൽ വെച്ചുകൊണ്ട് തയ്യാറായിരിക്കുക. ഞാൻ ഗുഹയുടെ മുൻപിൽ പോയി കടുവയെ പുറത്തെത്തിക്കും. അപ്പോൾ കൃത്യമായി ഉന്നം പിടിച്ചുകൊണ്ട് വെടിവെക്കുക." ഇത്രയും പറഞ്ഞുകൊണ്ട് ബൈര തിരിഞ്ഞ് ഒരു പാറക്കെട്ടിന് പിന്നിൽ മറഞ്ഞു. എൻ്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഉയർന്നു. എങ്കിലും ഞാൻ ബൈര പറഞ്ഞതുപോലെ കുന്നിൻ മുകളിലേക്ക് ഇഴഞ്ഞു നീങ്ങി. ഇതിനു മുൻപ് ഞാൻ ഗുഹ തേടി വന്നപ്പോൾ ലങ്കൂർ കുരങ്ങിനെ കണ്ട സ്ഥലത്തു നിന്നും ഇടത്തേക്ക് തിരിഞ്ഞാൽ ഗുഹയുടെ മുകളിലെത്തും. പക്ഷേ 2 തവണ ആ സ്ഥലം എനിക്ക് തെറ്റിപ്പോയി. 2 തവണയും ഞാൻ ഇടത്തേക്ക് തിരിഞ്ഞ് താഴേക്ക് നോക്കിയപ്പോൾ ഗുഹയൊന്നും കണ്ടില്ല. പിന്നെ എനിക്ക് സ്ഥലം ഓർമ്മ വന്നു. അരുവിയുടെ കരയിൽ നിൽക്കുമ്പോൾ ഗുഹയുടെ അടയാളമായി ലോട്ട കാണിച്ചു തന്ന പാറക്കെട്ട് ഞാൻ കണ്ടു. അതെ, അവിടെ വെച്ചാണ് ഹനുമാൻ കുരങ്ങൻ എൻ്റെ മുൻപിലൂടെ ചാടിപ്പോയത്. അതിൻ്റെ തൊട്ടു പിന്നിലാണ് ഗുഹയുള്ളത്. ഞാൻ ശബ്ദമുണ്ടാക്കാതെ ഗുഹയുടെ മുകളിലെത്തി. തോക്കിൻ കുഴൽ ഗുഹാ കവാടത്തിലെ ഇടുങ്ങിയ ഭാഗത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് നിശബ്ദമായി ഞാൻ കിടന്നു. പക്ഷേ ബൈരയെ അവിടെയൊന്നും കാണുവാൻ സാധിച്ചില്ല. സ്ഥലം കണ്ടുപിടിക്കുന്നതിൽ എനിക്കുണ്ടായ പിഴവ് മൂലം ഞാൻ വൈകിപ്പോയോ? പക്ഷേ ഞാൻ ഒരു ശബ്ദവും കേട്ടിരുന്നില്ല. ഇനി കടുവ അവിടെ ഉണ്ടായിരിക്കുകയില്ലേ എന്നൊക്കെ സംശയിച്ച് ഞാൻ പാറയുടെ മുകളിൽ നിശബ്ദനായി കിടന്നു. കുറേ സമയം ഞാൻ അത്തരത്തിൽ കാത്തു കിടന്നു. ഒടുവിൽ എൻ്റെ താഴെ ഇടതുഭാഗത്ത് ഒരു പാറക്കെട്ടിനിടയിൽ നിന്നും ബൈര പ്രത്യക്ഷപ്പെട്ടു. അയാൾ ശാന്തമായി എന്നാൽ ശ്രദ്ധാപൂർവം ഗുഹയുടെ കവാടത്തെ ലക്ഷ്യമാക്കി നിശബ്ദമായ ചുവടുകൾ വെച്ച് മുൻപിലേക്ക് വന്നു. അനുയോജ്യമായ സ്ഥലത്തെത്തുന്നതുവരെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഇരിക്കുവാൻ അയാൾ അതീവ ശ്രദ്ധാലുവായിരുന്നു. ഒടുവിൽ അയാൾ ഗുഹാമുഖത്തേക്കെത്തി. ഗുഹയുടെ മുൻപിൽ നിന്നുകൊണ്ട് അയാൾ ഒരു ചെറിയ കല്ലിൽ തൊഴിച്ചു. എന്നിട്ട് ഖണ്ഡശുദ്ധി വരുത്തുന്നത് പോലെ ഒരു ശബ്ദമുണ്ടാക്കി. ശേഷം ഒരു മിന്നൽ പിണർ പോലെ വന്ന വഴിയിൽ ഓടിമറഞ്ഞു. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു. കടുവയുടെ ഗർജനത്തിൽ ഞാനിരുന്ന സ്ഥലത്ത് ഒരു ഭൂകമ്പം എന്നതുപോലെ പ്രകമ്പനമുണ്ടായി. അടുത്ത നിമിഷത്തിൽ ഒരു വലിയ മുരൾച്ചയോടെ കടുവ ഗുഹയുടെ പുറത്തേക്ക് പാഞ്ഞു വന്നു. തൻ്റെ ഉറക്കം തടസ്സപ്പെടുത്തിയ ആൾ എവിടെയെന്നറിയാതെ ഒരു നിമിഷം അവൻ അമാന്തിച്ചു നിന്നു. പിന്നിൽ നിന്നും അതിൻ്റെ കഴുത്തിന് പിറകിലേക്ക് ഞാൻ എൻ്റെ ആദ്യ വെടി പായിച്ചു. കടുവ തലകുലുക്കിക്കൊണ്ട് പിറകിലേക്ക് വീണു. അതിൻ്റെ വയറിൻ്റെ വെളുത്ത ഭാഗം എൻ്റെ നേരെ തിരിഞ്ഞു. 4 കാലുകളും വായുവിലേക്ക് ചവിട്ടിക്കൊണ്ട് അത് പിടഞ്ഞു. എൻ്റെ രണ്ടാമത്തെ ഷോട്ട് അതിൻ്റെ നെഞ്ചിലൂടെ കടന്നുപോയി. കടുവ പിടച്ചിൽ നിർത്തി നിശ്ചലനായി. ഇടതുവശത്തെ പാറക്കെട്ടിന് പിന്നിൽ നിന്നും ബൈര ഇറങ്ങി വന്നു. അപ്പോഴും വിറച്ചുകൊണ്ടിരുന്ന അയാളുടെ കൈകൾ അരയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അയാൾ എന്നെ നോക്കി തൻ്റെ പദ്ധതി വിജയിച്ചതിൻ്റെ സംതൃപ്തിയോടെ പുഞ്ചിരിച്ചു. ഞാൻ ആവേശത്തോടെ ഗുഹയുടെ മുകളിലെ പാറയിൽ നിന്നും താഴേക്ക് ഊർന്നിറങ്ങി. പക്ഷേ അടിതെറ്റി താഴേക്ക് വീണു. കടുവ കിടക്കുന്നതിൻ്റെ വളരെ അടുത്തേക്കായിരുന്നു ഞാൻ വീണത്. കടുവ മരിച്ചു എന്നത് അപ്പോഴും ഞങ്ങൾക്ക് ഉറപ്പില്ലായിരുന്നു. 5 മിനിറ്റ് കൂടി അവിടെ കാത്തിരുന്ന ശേഷം ബൈര ഒരു കല്ലെടുത്ത് കടുവയുടെ ശരീരത്തിലേക്ക് എറിഞ്ഞു നോക്കി. പക്ഷേ യാതൊരു മറുപടിയുമില്ല. കടുവ മരിച്ചു എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. അടുത്തതായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞങ്ങളെ കുഴപ്പിച്ച ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തണം. എന്തുകൊണ്ടാണ് കടുവ ഇരകളെയെല്ലാം കടിച്ചു കൊല്ലുന്നതിന് പകരം മാന്തി പരിക്കേൽപ്പിക്കുന്നത്? കടുവയുടെ ജഡം ഞാൻ പരിശോധിച്ചപ്പോൾ അതിൻ്റെ മൂക്കിൻ്റെ ദ്വാരങ്ങൾ മുതൽ കണ്ണുകൾക്കിടയിൽ വരെ നീളുന്ന പഴകിയ ഒരു വെടിയേറ്റ മുറിവ്. മൂക്കിൻ്റെ പാലത്തിലെ അസ്ഥികൾ വെടിയേറ്റ് തകർന്നിരുന്നുവെങ്കിലും ഭയാനകമായ ആ മുറിവ് അത്ഭുതകരമായി ഉണങ്ങിയിരുന്നു. മനുഷ്യനിൽ നിന്നേറ്റ ആ മുറിവിൻ്റെ ഓർമ്മ മൂലം മനുഷ്യനെ ആക്രമിക്കുമ്പോഴെല്ലാം തൻ്റെ മുഖം മനുഷ്യരിൽ നിന്നും മാറ്റി നഖങ്ങൾ കൊണ്ട് ആക്രമിക്കുവാൻ അവൻ ശ്രദ്ധിച്ചു. എന്നാൽ കന്നുകാലികളെ ആക്രമിക്കുമ്പോൾ സാധാരണ രീതിയിൽ കഴുത്തിൽ കടിച്ചു കൊല്ലുകയും ചെയ്തു. ഈ പരിക്ക് പറ്റിയിരുന്നില്ല എങ്കിൽ മറ്റേതൊരു സാധാരണ കടുവയും പോലെ ഈ കടുവയും മനുഷ്യകുലത്തിന് തീർത്തും നിരുപദ്രവകാരിയായി തുടരുമായിരുന്നു. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഗ്രാമത്തിലേക്ക് വേഗം മടങ്ങി. എല്ലാവരെയും ആ സന്തോഷവാർത്ത അറിയിച്ചു. ലോട്ട ഉച്ചത്തിൽ ഞങ്ങൾക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചു. ബജലൈൻ ഗ്രാമത്തിലെ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരുമെല്ലാം നരഭോജി കടുവയുടെ ജഡം കാണുവാൻ കുന്നിൻമുകളിലേക്ക് പോയി. കുറച്ച് ഗ്രാമീണരുടെ സഹായത്തോടെ ഞങ്ങൾ കടുവയുടെ തോൽ ഉരിഞ്ഞെടുത്ത് ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി.
അതിനുശേഷം ഞങ്ങൾ ഊട്ടൈ മലയിലേക്ക് തിരികെ നടന്നു. 8 പേർ ചേർന്ന് ലോട്ടയെ ഒരു ചെറു കട്ടിലിൽ ചുമന്നുകൊണ്ട് ഞങ്ങൾക്കൊപ്പം വന്നു. കടുവയുടെ തോല് ചുരുട്ടിക്കെട്ടി ബൈര തലയിൽ ചുമന്നു. ഒരു ഘോഷയാത്ര പോലെയായിരുന്നു ഊട്ടൈ മലയിലേക്കുള്ള യാത്ര. കാട്ടുവഴികളിലൂടെയുള്ള യാത്രയിൽ കുലുങ്ങി കുലുങ്ങി ലോട്ടയ്ക്ക് വേദന അനുഭവപ്പെട്ടെങ്കിലും അവൻ ഒരിക്കലും കരയുകയോ ബഹളമുണ്ടാക്കുകയോ ചെയ്തില്ല. പകരം കടുവയെ ഗുഹയിൽ നിന്ന് പുറത്തെത്തിച്ചു കൊന്നതിന് അവൻ എന്നെയും ബൈരയെയും പ്രശംസിച്ചുകൊണ്ടിരുന്നു. കടുവയുടെ തോൽ ഉരിഞ്ഞെടുക്കുന്നതിന് കാത്തിരുന്നതിനാൽ ലോട്ടയ്ക്ക് വൈദ്യസഹായം ലഭിക്കുന്നതിൽ താമസം നേരിട്ടതിൽ എനിക്ക് കുറ്റബോധം തോന്നി. പക്ഷേ അത്ഭുതകരമായ വേഗത്തിൽ തന്നെ അവൻ സുഖം പ്രാപിച്ചു. ബൈരയോടുള്ള എൻ്റെ ബഹുമാനവും ആദരവും ഏറ്റവും ഉച്ചസ്ഥായിയിലായിരുന്നു. ബൈരയുടെ പദ്ധതി വിജയം കണ്ടതിനാൽ നമ്മുടെ രംഗ അല്പം അസൂയാലുവായിരുന്നു. പക്ഷേ കാട്ടിലെ ഞങ്ങളുടെ വിശ്വസ്തരായ സഹായികളായി അവർ എപ്പോഴും ഞങ്ങളെ കാത്തിരിക്കുന്നു. ഇപ്പോൾ മൂന്നാമതൊരാൾ കൂടി അവർക്കൊപ്പം ചേർന്നിരിക്കുന്നു, നമ്മുടെ ലോട്ട.